السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد صلى الله عليه وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. അന്യ സഹോദരന്മാരെ, സഹോദരികളെ, വിശുദ്ധ മദീനവാസികളായ സദസ്യരെ, മറ്റു ശ്രോതാക്കളെ, സർവശക്തനെ ഭയപ്പെട്ട് ജീവിക്കുക. പുണ്യഭൂമിയെയും അള്ളാഹു ബഹുമാനിച്ച ആദരിച്ച സ്ഥലങ്ങളെയും സമയങ്ങളെയും ജനങ്ങളെയും ആദരിക്കേണ്ടതുപോലെ ആദരിക്കുക. കേൾക്കുന്ന ഉപദേശങ്ങൾ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, ഇവിടെ ഈ സന്ദർഭത്തിൽ ചർച്ച ചെയ്തു വരുന്നത് നിങ്ങൾ ഓർക്കുന്നത് പോലെ അൽ അൻസാർ എന്ന വിഷയമാണല്ലോ. കഴിഞ്ഞ ധാരാളം ക്ലാസ്സുകളിലൂടെ അൻസാറുകളെക്കുറിച്ച് ഞാൻ സംസാരിച്ചു വരികയാണ്. മദീനയിൽ താമസിക്കുന്ന കാലയളവിൽ മദീനവാസികളാവാൻ, മദീനയിൽ താമസിക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകിയിരിക്കവേ ഈ നാട്ടിൽ താമസിക്കുന്ന സന്ദർഭത്തിൽ കഴിവിൻ്റെ പരമാവധി നാം നിർബന്ധം പുലർത്തിയിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളിൽപ്പെട്ടതാണ് ഈ നാട് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിക്കുക എന്നത്. അതെ, അത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഫലം ഹജ്ജ് സീസൺ വരുമ്പോഴാണ് നന്നായി നമുക്ക് അനുഭവപ്പെടുക. ഹാജിമാർ വരുന്ന വേളയിൽ ഹാജിമാരിൽ നിന്നുള്ള പണ്ഡിതന്മാരെ വരേക്കും ഉപദേശിക്കാനുള്ളതായ കഴിവ് കൽപ്പുള്ള സുഹൃത്തുക്കൾ ഇവിടെ താമസിക്കുന്ന കാലയളവിൽ ക്ലാസ്സിൽ പങ്കെടുത്തത് നിമിത്തമുണ്ടായത് നിങ്ങൾക്ക് കണ്ട് പരിചയമുണ്ട്. അവർ കേരളത്തിൽ നിന്ന് വരുന്ന വേളയിൽ ഒരു ഇസ്ലാമിക സ്ഥാപനത്തിൽ നിന്നിട്ട് നാടന്മാരായി വന്നതായ ആൾക്കാരാണ്. നമുക്കത് അനുഭവമാണ്.
പഠിക്കാൻ പള്ളിക്കൂടത്തിൽ തന്നെ ചേർന്നോളണമെന്നില്ലല്ലോ. പഠിക്കാൻ കോളേജിൽ തന്നെ പോയിക്കൊള്ളണമെന്നില്ല. സർട്ടിഫിക്കറ്റിന് തന്നെ നേടിക്കൊള്ളണമെന്നില്ല. അള്ളാഹുവിൻ്റെ തൗഫീഖ് നിമിത്തം എത്രയോ പേര് ഇങ്ങനെയുള്ള, നാം നമ്മുടെ സദസ്സിനെ പൊക്കി പറയുന്നതൊന്നുമല്ല, ഇങ്ങനെയുള്ള വിജ്ഞാന സദസ്സുകളിലൂടെ വിജ്ഞാനം ഉൾക്കൊണ്ട് നാട്ടിൽ ചെന്ന് സ്ഥാപനങ്ങളുടെയും പള്ളികളുടെയും അപ്രകാരം തന്നെ പ്രബോധനത്തിനുള്ള മേഖലകളുടെ മർക്കസുകളുടെ ഉടമകളായി മാറിയവരെ നാം കണ്ടു. അതുകൊണ്ട് നീ ഏത് മഅറൂഫിനെയും നിന്യ രൂപത്തിൽ കാണരുത് എന്ന് റസൂലിൻ്റെ വാക്ക് ആയിഷയോട് പറഞ്ഞതാണ് റളിയല്ലാഹു തആല അൻഹ. നമുക്ക് കേട്ട് മനപ്പാടമുള്ളതായ ഭാഗമാണ്. അത് നാം ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ശരിക്കും ഉപയോഗപ്പെടുത്തേണ്ടതാണ്. ഹാജിമാർ ഒരുപക്ഷെ അവരുടെ നാട്ടിൽ പ്രമുഖന്മാരും നേതാക്കളും ഒക്കെയായിരിക്കാം. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ചതുപോലെ പഠിക്കാനുള്ള ചുറ്റുപാട് അവർക്ക് ലഭിച്ചു കാണുകയില്ല. നിങ്ങൾക്ക് ചാൻസ് കിട്ടിയതുപോലെയുള്ള ചാൻസ് അവർക്ക് കിട്ടിക്കാണുകയില്ല. അതുകൊണ്ട് നിങ്ങളെപ്പോലത്തവരെ കാണുമ്പോൾ അവർക്ക് നിധി കിട്ടിയതുപോലെ തോന്നും, അനുഭവപ്പെടും, സംശയമില്ല. നിങ്ങൾ കഴിഞ്ഞ രാത്രിയിൽ നിങ്ങൾ നിന്നിട്ട് ഹാജിമാർക്ക് നടന്ന ക്ലാസ്സിൽ പങ്കെടുത്തവർക്ക് മനസ്സിലാക്കാൻ പറ്റിയതുപോലെ ഇനിയും ക്ലാസ്സുകൾ വരാൻ പോകുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ ടൈം വേസ്റ്റാക്കല്ല, പറഞ്ഞു വരുന്നത് കൊല്ലത്തോട് കൊല്ലം ക്ലാസ് കേട്ട് ആസ്വദിക്കാൻ റബ്ബ് തൗഫീക്ക് ചെയ്തതിന് നാം നൽകേണ്ടതായ, നമ്മുടെ ഭാഗത്തിൽ നിന്നിട്ട് അള്ളാഹുവിന് നൽകേണ്ടതായ നന്ദി പ്രകടനം ഹജ്ജ് സീസണിലാണ് നമ്മൾ നിന്നിട്ട് കാണേണ്ടത്. ഹാജിമാരെ സമീപിച്ചുകൊണ്ടും അവർക്ക് ദഅവത്തെത്തിക്കുന്ന മേഖലയിൽ പങ്കെടുത്തുകൊണ്ടും നിങ്ങൾക്ക് സ്വയം സാധിക്കുന്നില്ലെങ്കിൽ ഈ സാധുവിൻ്റെയോ അല്ലെങ്കിൽ മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലുള്ള വിദ്യാർത്ഥികൾ നാട്ടിൽ നിന്നിട്ടൊക്കെ പഠിച്ചു വരുന്ന പണ്ഡിതന്മാരാണ്, അവരെ കൂട്ടിക്കൊണ്ടുപോയിട്ടോ നാട്ടിൽ നിന്നിട്ട് വരുന്നതായ അള്ളാഹുവിൻ്റെ നിവേദക സംഘങ്ങളെ ആദരിച്ച് അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നതോടൊപ്പം അവർക്ക് ഈ നാട്ടിലിറങ്ങിയ എൽമ് വിജ്ഞാനം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നാം രംഗത്തിറങ്ങണം. നമുക്ക് പരിചയമുള്ളതാണ് നമ്മുടെ ദൂതർ. കഴിഞ്ഞ ക്ലാസ്സിൽ അൽ അൻസാരി എന്ന സബ്ജക്റ്റിൽ ചർച്ച ചെയ്തു വരുന്ന വിഷയമാണത്. നമ്മുടെ ദൂതർ ദഅവത്തിൽ വിജയിച്ചത് എപ്പോഴാണ്? ഏത് മേഖലയിലൂടെയാണ്? ഏത് സീസണിലൂടെയാണ്? ഹജ്ജ് സീസണിലൂടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ 10 വർഷം പ്രബോധനം ചെയ്ത് കിട്ടാത്തതായ വിജയമാണ് നബിക്ക് 11, 12, 13 ലഭിച്ചത്. സംശയമുണ്ടോ? അത് മനസ്സിലാക്കുമ്പോഴാണ് അൻസാരികളെ പഠിക്കേണ്ടി വരിക. അൻസാരികളാക്കിയത് ഈ 3 വർഷത്തിലൂടെയാണ്. ഈ 3 വർഷത്തിലൂടെയാണ് ഹംസത്ത് വസ്ലി എന്ന അറബിയിൽ പറയുന്ന മക്ക മദീനയുമായുള്ള ബന്ധമുണ്ടാക്കാനുള്ള ചുറ്റുപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു ഉണ്ടാക്കി കൊടുത്തത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അത് ഒരു മഹാ നേട്ടമാണ്. നിങ്ങളുടെ ഫളലുകളെ നേടുക ഹജ്ജിലൂടെ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ ഫളലിൽപ്പെട്ടതാണ് സാധാരണ നാമാജിമാരോട് പറയാറുള്ള ലിയഷ്ഹദു മനാഫിഅ ലഹും എന്ന ആയത്ത് വിശദീകരിക്കുന്നതും അത് തന്നെയാണ്. എന്താണത്? കണ്ടുപഠിക്കാനുള്ള ചാൻസ് ലഭിക്കുക എന്നത്. അങ്ങനെയുള്ള ഹാജിമാരെ പുണ്യഭൂമിയിലേക്ക് എത്തുന്ന വേളയിൽ ആ ഹാജിമാരെ വിദേശികളെ സമീപിച്ചുകൊണ്ട് റസൂലുള്ളാഹി ദഅവത്ത് ആരംഭിച്ചപ്പോൾ അതിലാണ് വിജയമുണ്ടായത്. അതിലൂടെയാണ് മദീനയെ മദീനയാക്കാൻ സാധിച്ചത്. അതിലൂടെയാണ് അൻസാറുകളെ വാർത്തെടുക്കാൻ സാധിച്ചത്. അതിലൂടെയാണ് പറയുന്നത് കേൾക്കുമ്പോൾ ഉടനെ തന്നെ ചിന്തിക്കാതെ, കൂടുതലൊന്നും ചിന്തിക്കാതെ, ഖസറജികളെ കുറിച്ച് കേട്ടില്ലേ നിങ്ങൾ? എന്താണ് ഖസറജികൾ ചെയ്തത്? 6 പേര് അഖബയുടെ താഴെ റസൂലിൻ്റെ വാക്ക് കേട്ടു, ഇരുന്നു. ജൂതന്മാരെ കുറിച്ചൊക്കെ റസൂൽ ചർച്ച ചെയ്തു, മദീനയെക്കുറിച്ചൊക്കെ ചോദിച്ചു, ഔസ് ഖസറജുകളുടെ ഇടയിലുള്ളതായ ചർച്ചകളെ കുറിച്ച് ചോദിച്ചു. അവർക്ക് റസൂലിനോട് ഇഷ്ടം വന്നു. അവർക്ക് റസൂൽ പരിചയമുള്ള ഒരു വ്യക്തിയാണ് എന്ന രൂപത്തിൽ റസൂലിൻ്റെ സമീപനം അവർക്ക് ഇഷ്ടപ്പെട്ടു. അവർ ഇരുന്നു കൊടുത്തു. റസൂലുള്ളാഹി അവിടെ നിന്ന് ലോകാത്ഭുത ഗ്രന്ഥത്തിൻ്റെ ആയത്തുകൾ അവരുടെ മുമ്പിൽ ഓതിക്കൊടുത്തു. അതിന് ബോംബിനേക്കാളും കഴിവുണ്ട്, ബോംബിനേക്കാളും ശക്തിയുണ്ട് അറബികൾക്ക് എന്ന് മാത്രമല്ല അല്ലാഹ് ഹിദായത്ത് നൽകാൻ തീരുമാനിച്ചവരുടെ ഹൃദയത്തിൽ.
ഖുർആനിൻ്റെ പദങ്ങൾക്ക് അത് അറബിയിൽ തന്നെയായിരിക്കലാണ് നല്ലത്. നാം ദഅവത്ത് നടത്തുന്ന മേഖലയിൽ ആദ്യം ഞാനിവിടെ കേൾപ്പിച്ചിട്ടുണ്ടല്ലോ, നമ്മോടൊരു സുഹൃത്ത് പറയാറുണ്ട്, കൊല്ലം പ്രതി വരുന്ന സുഹൃത്താണ്. അദ്ദേഹം പ്രബോധന മേഖലയിൽ അമുസ്ലിങ്ങളുടെ അടുക്കലേക്ക് ചെന്നാൽ അദ്ദേഹം എന്തു ചെയ്യും? ഖുർആൻ പാരായണം ചെയ്യും ആദ്യം. ഖുർആൻ പാരായണം ചെയ്യും. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തന്നെ ഇബ്ലീസ് അവിടുന്ന് തടികൈച്ചലാക്കും. പിന്നെ വഴി ക്ലിയറായി കിട്ടി. പിന്നെ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ ഇൻഷാ അള്ളാഹ് അദ്ദേഹത്തിന് ആ മുമ്പിലുള്ള വ്യക്തിക്ക് ഹിദായത്ത് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഫലം ലഭിക്കും, തീർച്ചയായിട്ടും സംശയമേ ഇല്ല. റസൂൽ അതാ കാട്ടിയിരുന്നത്. അബുൽ വലീദ് വലിയ നേതൃത്വം എന്ന പേരിൽ സെലക്ട് ചെയ്ത് ദാറുന്നദൂത്തിൽ നിന്നിട്ട് അയച്ച സംഭവം ഇവിടെ ദശക്കണക്കിൽ പ്രാവശ്യം നാം പറഞ്ഞിട്ടുണ്ട്. ഇബ്നു കസീർ വളരെ നീട്ടിവലിച്ച് പറഞ്ഞ സംഭവവും ഇബ്നു ജരീർ വളരെ നീട്ടിവലിച്ച് പറഞ്ഞ സംഭവവും ഹിസ്റ്ററി ഗ്രന്ഥങ്ങളെല്ലാം വളരെ വിശദമായി സംസാരിച്ച സംഭവവും ആണ് നിങ്ങൾക്കറിയാവുന്നതുപോലെ. അബുൽ വലീദിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സാഹിത്യത്തിൽ അവരുടെ വീക്ഷണത്തിൽ ഉത്തുംഗ ശൃംഗത്തിലേക്ക് എത്തിയ പദപ്രയോഗങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം റസൂലിന്റെ ചോദ്യം എന്തായിരുന്നു? ഹൽ ഇൻതഹൈത യാ അബുൽ വലീദ്, നിനക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു അബുൽ വലീദേ എന്നാ ചോദിച്ചത്. അത് കഴിഞ്ഞ ശേഷം മഹാനായ ദൂതരവിടെ നിന്ന് ബോംബ് പോലെ, അങ്ങനെ പറഞ്ഞാൽ പോരാ, ബോംബ് പോലെ എന്ന് പറഞ്ഞാൽ അത് ഖുർആനിൻ്റെ ആ ശക്തിക്ക് കുറവാണ്, നമുക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം അവൻ്റെ ഖയാനിനെ കിലുക്കുന്നതായ ആയത്തുകളവിടെ കേൾപ്പിച്ചു കൊടുത്തു. فإن أعرضوا فقل أنذرتكم صاعقة مثل صاعقة عاد وثمود. അവർ പിന്തിരികയാണെങ്കിൽ, നിങ്ങളുടെ ഉപദേശം സ്വീകരിക്കുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ഉപദേശം കൂട്ടാക്കുന്നില്ലെങ്കിൽ, നിങ്ങളെ അവർ അംഗീകരിക്കുന്നില്ലെങ്കിൽ അവരോട് നിങ്ങൾ വാണിംഗ് നൽകുക. എന്തിനെ? സാഇഖത്തൻ മിഥല സാഇഖത്തി ആദിൻ വസമൂദ്. ആദ് സമൂദ് ഗോത്രക്കാരെ പണ്ട് നശിപ്പിച്ച ശബ്ദമുണ്ടല്ലോ, ആ അട്ടഹാസമുണ്ടല്ലോ, അത് അവർക്ക് വാണിംഗ് നൽകൂ ദൂതരെ എന്ന് പറയുന്ന ഭാഗത്തിലേക്ക് എത്തിയപ്പോൾ തലയിലേക്ക് അടിച്ചുകൊണ്ട് അദ്ദേഹം ഓടിക്കളഞ്ഞു എന്നാണ്. മതി 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 എന്ന് പറഞ്ഞുകൊണ്ട്. അതെ, അങ്ങനെയുള്ള കഴിവ് കൽപ്പുള്ള സാധനമാണ് അള്ളാഹുവിൻ്റെ കലാം, വിശുദ്ധ ഫുർഖാനുൽ അളീം. അതെ, ആ വിശുദ്ധ ഫുർഖാനുൽ അളീം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖസ്റജുകൾക്ക് ഓതിക്കേൾപ്പിച്ചതായ വേളയിൽ ഖസ്റജുകൾ കുസുകുസുക്കി ഉടനെ തന്നെ തീരുമാനിച്ചു, നാം ആണ് ഈ മതത്തിൻ്റെ പിന്നാലെ നിൽക്കേണ്ടതെന്ന്. ഞാനൊരു മെയിൻ കാരണം പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. നാം മനഃപ്പാടമാക്കേണ്ട, ഓർമ്മയിൽ വെക്കേണ്ട കാരണമാണത്. അള്ളാഹു എങ്ങനെയാണ് മദീനയിൽ ചുറ്റുപാടുണ്ടാക്കിയത്, മദീനക്കാർ ഇസ്ലാമിനെ പെട്ടെന്ന് സ്വീകരിക്കാൻ. പറയൂ, യുദ്ധം. ഓർമ്മയുണ്ടോ യുദ്ധത്തിൻ്റെ പേര്? ബുആസ് യുദ്ധം. ഏത് യുദ്ധമാണ്? ബുആസ് യുദ്ധം. മദീനയിൽ ഖസ്റജുകളും ഔസികളുമായിട്ട് നടന്ന മഹാപോരാട്ടമായിരുന്നു. മഹാപോരാട്ടം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് കൊലപ്പെടാൻ ഇറാഖിൽ സംഭവിക്കുന്നത് പോലെ കൊലയോട് കൊല, കൊലയോട് കൊല. നേതൃത്വങ്ങൾ മുഴുവനും നശിക്കാൻ ആരംഭിച്ചു. അതോടുകൂടി ഇനി ഒരു നിലക്കും നമുക്ക് ഇവിടെ ഈ രൂപത്തിലാണെങ്കിൽ രക്ഷയില്ല, ജീവിക്കാൻ പറ്റുകയില്ല, പുരോഗതിയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് നേതൃത്വം മരിച്ചു. ഉസൈദ്, ഞാൻ പറഞ്ഞല്ലോ, അത് മറ്റേ ആരാണ്? ഉസൈദ് ഇബ്നു ഹുദൈർ എന്ന് പറയുന്ന വ്യക്തിയെ കൊല്ലപ്പെട്ടു. ഹുദൈർ ആരാണ്? ഉസൈദിൻ്റെ വാപ്പ. ഹുദൈർ എന്ന പറയുന്ന വ്യക്തിയെ കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെ ഔസിൻ്റെ നേതൃത്വത്തെ കൊല്ലപ്പെട്ടു, ഖസ്റജ് നേതൃത്വത്തെ കൊല്ലപ്പെട്ടു. ഇതെല്ലാം സംഭവിച്ച സംഭവവികാസങ്ങൾ നടന്ന് വേദനിച്ച് പ്രയാസപ്പെട്ട എല്ലാ വീട്ടിലും കൊല്ലപ്പെട്ടവർ. ആ സന്ദർഭത്തിലാണ് 6 പേര് ഖസ്റജികൾ പോകുന്നത്. എവിടേക്ക്? മക്കയിലേക്ക്. അതിനു മുമ്പുള്ള പോക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അറബികൾ അവിടെ ചർച്ച ചെയ്യാൻ പോയത് തന്നെ എന്തിനു വേണ്ടിയായിരുന്നു? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഭൂജാതനായ വാർത്ത അറിഞ്ഞിട്ടൊന്നുമല്ല, അവിടെ നുബുവത്ത് പ്രഖ്യാപിച്ച വാർത്ത അറിഞ്ഞിട്ടൊന്നുമല്ല, മറിച്ച് ഖുറൈശികളുമായിട്ട് ഒരു ഹെൽഫ് ഉണ്ടാക്കണം, ബന്ധമുണ്ടാക്കണമെന്ന ലക്ഷ്യം വെച്ചിട്ടായിരുന്നു. ഖസ്റജുകൾ അവിടെ പോയതായ വേളയിൽ ഖസ്റജുകൾക്ക് റസൂൽ ആയത്തോതി കളിപ്പിച്ചപ്പോൾ അവരിൽ പരിവർത്തനമുണ്ടായി. ഉടനെ തന്നെ അവർ കൂട്ടത്തോടു കൂടി നഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അവർ ഇസ്ലാം മതം വിശ്വസിച്ചു. അതെ, ശരിയായി ഇസ്ലാം മതം വിശ്വസിച്ച റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കപ്പെടുന്ന ആദ്യത്തെ മെമ്പർമാരാണ് അവർ. അതിൽ ഒരഭിപ്രായത്തിൽ ആരുണ്ട്? അസ്അദ് ഇബ്നു സുറാറയുണ്ട്. അസ്അദ് ഇബ്നു സുറാറ നിങ്ങൾ കേൾക്കാൻ പോകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി വിശദമായിട്ട്. ഈ അസ്അദ് ഇബ്നു സുറാറ 6 പേരുടെ കൂട്ടത്തിൽ ഉണ്ട് താനും. അതെ,
ഒരഭിപ്രായത്തിൽ അവർ തന്നെ ആവശ്യപ്പെട്ടതായിരുന്നു, ഇസ്ലാം പഠിപ്പിച്ചു തരാൻ ഞങ്ങൾക്ക് ഒരാളെ അയച്ചു തരണമെന്ന്. പക്ഷേ അത് ചരിത്രത്തിൽ ചർച്ചയുള്ള വിഷയമാണ്. ശേഷം 12ാമത്തെ വർഷം, ഹിജ്റയുടെ 12ാമത്തെ വർഷം, രണ്ടാം തവണ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ട 12 പേര് പോകുന്നു. ആ 12 പേര് പോകുന്നതിന് മുമ്പായിട്ട് മദീനയിൽ മുസ്ലിങ്ങളായിട്ടില്ലെങ്കിലും നല്ല ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. മദീന പട്ടണത്തിൽ, മദീന നാട്ടിൽ, യസിരിബി എന്ന നാട്ടിൽ അന്നത്തെ ഭാഷയിൽ എന്ത് ഇസ്ലാമാകുന്ന ഈ വിശുദ്ധ മതം മക്കയിൽ വന്നതായ മതത്തെക്കുറിച്ച് ചർച്ചാ വിഷയം ആയി മാറിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ജൂതന്മാർ ഇങ്ങനെ പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങളെയെല്ലാം ഞങ്ങൾ കാനു യസ്തഫ്തിഹൂന അലല്ലദീന കഫറു. കഴിഞ്ഞ ക്ലാസ്സിൽ ഓതി വിശദീകരിച്ച ആയത്താണത്. കാഫിരീങ്ങളോട് അവർ പറയാറുണ്ടായിരുന്നു എന്ത്? ഞങ്ങൾ ഈ നാട്ടിനെ റിപ്പബ്ലിക്കാക്കും, ഒരു ദൂതർ വരാൻ പോകുന്നുണ്ട് എന്ന് ഞങ്ങളുടെ ഗ്രന്ഥം പറയുന്നുണ്ട്. ഞങ്ങളുടെ ഗ്രന്ഥം പറയുന്ന ദൂതർ വന്നു കഴിഞ്ഞാൽ ആ ദൂതന്റെ അനുയായികൾ ഞങ്ങളായിരിക്കും, നിങ്ങളെ ഞങ്ങൾ കീഴടക്കും എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കാറുണ്ടായിരുന്നത് കൊണ്ട് ഇവിടെയുള്ളതായ അറബികൾക്ക് കേട്ട് പരിചയമുണ്ട് ആ വാർത്ത, ഒരു ദൂതർ വരാൻ പോകുന്നുണ്ട് എന്ന വാർത്ത. പിന്നെയാണ് ഈ അറബികൾ വന്നത്. അറബികളിൽ നിന്നിട്ടാണ് ഇവർ വ്യാമോഹിച്ചതുപോലെ ജൂതന്മാരിൽ നിന്നിട്ടോ ബനൂ ഇസ്രായേലുകളിൽ നിന്നിട്ടോ അല്ല ഈ ദൂതർ വന്നത് എന്നത് പ്രകടമായത്. അങ്ങനെ 12ാമത്തെ വർഷത്തിലാണ് ഇവിടെ നിന്ന് 12 പേര് പോകുന്നത്. എവിടേക്ക്? ഹജ്ജിന് വേണ്ടി പോവുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഹജ്ജ് സീസണിൽ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 10ാം വർഷം കഴിഞ്ഞ ശേഷം 11ലും 12ലും 13ലും വിദേശികളെ കാണാൻ വേണ്ടി തീരുമാനിച്ചു. അക്കൂട്ടത്തിൽ മക്കയിൽ നിന്നിട്ട് പുറത്തുള്ളതായ തായിഫ് പോലത്ത, അതിനപ്പുറമുള്ള യമൻ പോലത്തതായ നാടുകളിൽ നിന്നിട്ട് വരുന്ന ആജിമാരെ മാത്രമല്ല, മദീനയിൽ നിന്നിട്ട് പോകുന്നവരെയും സമീപിച്ചുകൊണ്ട് ഇസ്ലാം മതത്തെക്കുറിച്ച് പരിചയപ്പെടുത്തിയും കൊണ്ട് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു എന്ന് പറഞ്ഞ് നടക്കാറുണ്ടായിരുന്നു. മിനയിലും മുസ്ദലിഫയിലും അതിൻ്റെ പരിസരത്തിലും. മക്കക്കാർ അറഫയിലേക്ക് എത്താറില്ല. ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ അറഫയിലേക്ക് എത്താറില്ല, പിന്നെയാണ് അറഫ. അതെ, ആ സന്ദർഭത്തിൽ ടെന്റിലോ മറ്റോ താമസിക്കാറുള്ളതായ വിദേശ ഹാജിമാരൊക്കെ റസൂലിനെ കണ്ടാൽ ദൂരെ നിന്ന് പറയാറുണ്ടായിരുന്നു, ആ മനുഷ്യനാണ് പുതിയ മതവുമായി നടക്കുന്ന ആള്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് പലപ്പോഴും അതിലൂടെ പ്രയാസം നേരിടേണ്ടി വരാറുണ്ടായിരുന്നു. നബിയുടെ സ്വന്തം കുടുംബ മെമ്പർമാർ തന്നെ നബിയുടെ പിന്നിൽ നടന്നുകൊണ്ട് വിദേശികൾ അവരുടെ വാക്ക് കേട്ട് പോകാതിരിക്കാൻ വേണ്ടി ഒന്നിരിക്കലോ ഇദ്ദേഹം ഭ്രാന്തനെന്നോ അല്ലെങ്കിൽ മാരണം പിടിച്ച ആളാണെന്നോ അല്ലെങ്കിൽ വേറെ വല്ല പേരിലോ പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്താറായ ആണ് ഉണ്ടായത് എന്ന് ചരിത്രഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയതും ഇബ്നു ഹിഷാമും ഇബ്നു ഇസ്ഹാഖും റിപ്പോർട്ട് ചെയ്തതുമായ ഭാഗങ്ങളാണ്. ഞാൻ അതും പറയാറുണ്ട് ചരിത്രം പറയുമ്പോൾ. അതെ, പക്ഷേ 12 പേര് ഇവിടെ നിന്ന് പോയ വാർത്ത അത് ചരിത്ര ഗ്രന്ഥങ്ങളിലല്ല, അത് ബുഖാരിയിലും മുസ്ലിമിലും ഉള്ളതായ ഭാഗങ്ങളാണ്. മുത്തഫഖുൻ അലൈഹിയാണ്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമുമായിട്ട് അവർ സമീപിക്കാനുള്ള പ്രയാസം പറഞ്ഞറിയിക്കേണ്ടതില്ല. എവിടെയും സത്യം പ്രചരിപ്പിക്കാൻ തീരുമാനിച്ചാൽ അതിന് പ്രയാസമുണ്ടാകും. ഇസ്ലാമിക നിയമം നടപ്പാക്കുന്ന, തൗഹീദ് പ്രചരിപ്പിക്കുന്ന ഭരണകൂടത്തിൻ്റെ കീഴിലല്ല ദഅവത്ത് നടക്കുന്നതെങ്കിൽ ഇന്നത്തെ യുഗത്തിലും ഏത് യുഗത്തിലും പ്രയാസമുണ്ടാകും. കേരളത്തിലുമുണ്ടാകും, അല്ലാത്ത നാട്ടിലുമുണ്ടാകും. ആപേക്ഷികമായിട്ട് കുറവും കൂടുതലും എന്ന് പറയാം. ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കും കേരളത്തിലൊക്കെ നല്ല സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിനൊക്കെ എന്തുണ്ട്? ഒരു അതിരുണ്ട്, അതിരുവരമ്പുണ്ട്. ഇല്ല നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? എനിക്ക് കേട്ട് പരിചയമാണ്, നിങ്ങൾ കണ്ടു പരിചയം ഉണ്ടായിരിക്കും. എപ്പോഴും നിങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ നാട്ടിലുള്ളതായ ഒഴുക്കൻ ശൈലിയിൽ ജീവിക്കാൻ തീരുമാനിച്ചാൽ ആരും എതിർക്കൂല, ആർക്കും എതിർപ്പുണ്ടാവില്ല. അവിടെയുള്ള ആനപ്പോക്കിനും മൗനം ദീക്ഷിക്കുക, സന്തൽ പോക്കിനും മൗനം ദീക്ഷിക്കുക, കെട്ടിപ്പൊക്കലുകൾക്കും മൗനം ദീക്ഷിക്കുക, അനാചാരങ്ങൾ, ഏത് തോന്നിവാസങ്ങൾ എന്ത് ചെയ്താൽ പ്രയാസമേ ഇല്ല. എനിക്ക് തോന്നുന്നു അല്ലാഹു അലം അങ്ങനെയായിരിക്കാം. അന്ധവിശ്വാസത്തിൻ്റെ മുമ്പിൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പ്രബോധകന്മാരും എഴുത്തുകാരും അറിഞ്ഞിട്ട് പോലും പ്രചരിപ്പിക്കാത്തത് കൊണ്ടും പറയാത്തത് കൊണ്ടുമായിരിക്കും നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആജിമാരുടെ കോലം ഇങ്ങനെയായി മാറിയത്.
സ്ത്രീകളാണെങ്കിൽ ഇസ്ലാമിക പർദ പരിചയമില്ലാത്തവരും പുരുഷന്മാരും സ്ത്രീകളും മൊത്തത്തിൽ ഇസ്ലാമിനെ തന്നെ പരിചയമില്ലാത്തവരുമാണ് നല്ലൊരു ശതമാനം. അതെ, നല്ലൊരു ശതമാനം. സംശയമുണ്ടോ? മസ്ജിദുൻ നബവിയിൽ ഇറാനിൽ നിട്ട് വരുന്നതായ ഇസ്ലാമിന്റെ ശത്രുക്കളാകുന്ന റാഫിദികൾ കാട്ടുന്നത് പോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഒരു സമൂഹം കാട്ടുന്നു. ഷിർക്കിന്റെ അങ്ങേ അറ്റത്തേക്ക് എത്തിയതായ വാക്കുകളും ഏറ്റവും വലിയ വലിയ മഹാപാപങ്ങളും അവർ മസ്ജിദ് നബിയുടെ പരിസരത്തിൽ സ്നേഹത്തിന്റെ പേരിലോ മഹബത്തിന്റെ പേരിലോ ചെയ്തു കൂട്ടുന്നു. സൂക്ഷ്മത പാലിക്കുന്നവർ വളരെ ദുർലഭമാണ്. 100ൽ 10 ഉണ്ടോ എന്നത് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കേരളീയെ കുറിച്ചാണ് ചർച്ച അല്ല എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? എനിക്ക് ക്ലാസ് എടുത്ത അനുഭവമാണ്. ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ 200 ആൾക്ക്, ഇന്നലെ ഞങ്ങൾ ക്ലാസ് എടുത്ത് 200ൽ പരം ആൾക്കാർക്കാണ്. 200 ആൾക്ക് ക്ലാസ് എടുത്ത് കഴിഞ്ഞാൽ അതിൽ നിന്നിട്ട് 20 ആളെ കിട്ടാറില്ല. നാം പറയുന്നത് 100 അംഗീകരിക്കുന്ന തൗഹീദ് ഉൾക്കൊള്ളുന്ന ആൾക്കാരെ. ഇതാണ് കേരളത്തിൻ്റെ സ്ഥിതി. ഇത് ഹാജിമാരിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ബാധ്യത എത്രയുണ്ട് നിങ്ങളുടെ തലപ്പത്ത്? പരിസരം, നാട് നന്നാക്കുക എന്ന കാര്യത്തിൽ തുടങ്ങേണ്ടത് കുടുംബത്തിൽ നിന്നിട്ടാണ്. കുടുംബത്തിൽ നിന്നിട്ട് എന്നതുകൊണ്ട് വിവക്ഷ മറ്റുള്ളവരെ ഒഴിവാക്കണമെന്നല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിലൂടെ തുടങ്ങിയതോടൊപ്പം അതേ സന്ദർഭത്തിൽ മറ്റുള്ളവരിലേക്ക് നബിയുടെ ദഅവത്ത് വ്യാപകമാകാറുണ്ടായിരുന്നു. തസാമുനൻ മുതസാമിനൻ. മുതസാമിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ ടൈമിൽ മെമ്പർമാരെ നോക്കിയാൽ അറിയാം നബിയുടെ കൂടെ പിന്നിൽ അണിനിരന്ന മെമ്പർമാർ കുടുംബ മെമ്പർമാരല്ല. ബഹുഭൂരിപക്ഷം ആദ്യ കാലഘട്ടത്തിൽ ആണോ? ബിലാൽ റസൂലുമായിട്ട് ബന്ധമുണ്ടോ? ഖബ്ബാബ് ബന്ധമുണ്ടോ? അമ്മാർ ബന്ധമുണ്ടോ? മുസ്അബ് ബന്ധമുണ്ടോ? ഇല്ല. അപ്പോൾ മുമ്പന്മാരിൽ നിന്നിട്ട് ബഹുഭൂരിഭാഗവും ബന്ധമുള്ളവരല്ല. പക്ഷെ ദഅവത്ത് ബന്ധമുള്ളവർക്ക് റസൂൽ ചെയ്തുകൊണ്ട് ആരംഭിച്ചു എന്നത് മാത്രമേ ഉള്ളൂ. അള്ളാഹിന്റെ കൽപ്പന അങ്ങനെ ആയതുകൊണ്ട് ഇതൊക്കെ റസൂലുള്ളാഹിന്റെ ദഅവത്തിൽ നിന്നിട്ട് നാം പഠിക്കേണ്ടതും ഹജ്ജ് സീസണിലൂടെ നാം അത് പകർത്താനും പ്രചരിപ്പിക്കാനും പരിശ്രമിക്കേണ്ടതുമായ ഭാഗമാണ്. ഇത് ഞാനും എൻ്റെ ഭാര്യ ഒരു തട്ടാനെന്നൊക്കെ പണ്ട് പറയപ്പെടാറുണ്ട് എന്നതുപോലെ ജോലി ചെയ്യുക, കാശായക്കുക, സമ്പാദിക്കുക, ഇനി കൂടുതൽ വല്ലതും ചെയ്യുകയാണെങ്കിൽ 5 വക്ത് നിസ്കരിക്കുക. ഇത് മാത്രം ദീനായി മനസ്സിലാക്കുന്ന വിഭാഗം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വളരെ ശ്രദ്ധിക്കണം. അത് മാത്രം അല്ല നമ്മുടെ ബാധ്യത, അത് മാത്രമല്ല നമ്മുടെ ചുമതല. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ഖുർആന്റെ കൽപ്പനയല്ലേ? നിങ്ങളുടെ ശരീരത്തിനെ സൂക്ഷിക്കും പോലെ നിങ്ങളുടെ കുടുംബത്തിന്റെ ശരീരത്തിനെയും നിങ്ങൾ സൂക്ഷിക്കണം നരകത്തെ തൊട്ട്, അല്ലേ? അത് ഓരോ വിഭാഗത്തിനോട് കൽപ്പിക്കപ്പെട്ടതാണ്, ഓരോ വ്യക്തിയോട് കൽപ്പിക്കപ്പെട്ടതാണ്. ഉമറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. നിന്റെ കുടുംബത്തിനോട് കൽപ്പിക്കണം നീ നമസ്കരിക്കാൻ. അതെ, എല്ലാവർക്കും കുല്ലുക്കും റാഇൻ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. എല്ലാവരും ബാധ്യത ഏറ്റെടുത്തവരാണ്. അവരവരുടെ കീഴിൽ ജീവിക്കുന്ന, കസ്റ്റഡിയിൽ ജീവിക്കുന്ന വേലക്കാരാവട്ടെ, ജോലിക്കാരാവട്ടെ, ഉദ്യോഗസ്ഥന്മാരാവട്ടെ, ആരായിരുന്നാലും വിരോധമില്ല. അവരെക്കുറിച്ചെല്ലാം റബ്ബ് പരലോകത്തിൽ ചോദിക്കുമെന്ന കാര്യം ഖുർആനും സുന്നത്തും സ്ഥിരീകരിച്ചതാണ്. അതുകൊണ്ട് ഞാൻ എന്നത് മാത്രം പോരാ, ഞാൻ നന്നായാ പോരാ. അത് വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഹാജിമാരെന്തും കാട്ടിക്കോട്ടെ, അവരെങ്ങനെയെങ്കിലും വന്ന് ഹജ്ജ് ചെയ്ത് പോയിക്കോട്ടെ എന്ന് വെക്കലല്ല. നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഈ ഹജ്ജ് സീസണിൽ ഡ്യൂട്ടി കഴിഞ്ഞാൽ ഇറങ്ങുക പട്ടണത്തിലേക്ക്. ഹാജിമാരുടെ റൂമാന്തരം കയറി ദഅവത്ത് നടത്തുന്നവർ നമ്മുടെ കൂടെയുണ്ട്, കേസറ്റ് എത്തിക്കുന്നവർ നമ്മുടെ കൂടെയുണ്ട്, സെറ്റുമായി പോകുന്നവർ നമ്മുടെ കൂടെയുണ്ട്. അവരുടെ കൂടെ സെറ്റ് ഇല്ലെങ്കിൽ കേസറ്റ് ഇട്ട് കേൾപ്പിക്കുക 1/2 മണിക്കൂർ. ഇത് മദീനയെക്കുറിച്ച്, മക്കയെക്കുറിച്ച്, ഉംറയെക്കുറിച്ച് എന്തെല്ലാം ചെയ്യാൻ പറ്റും നമുക്ക്. ലഘുലേഖകൾ മലയാളത്തിൽ ശേഖരിച്ചിട്ട് ഹാജിമാരുടെ ഇടയിൽ വിതരണം ചെയ്യുക. നന്നായി ചർച്ച ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ ഹാജിമാരുടെ മുമ്പിൽ പോയി ഇരുന്ന് പരിചയപ്പെട്ട് അവരുമായി സ്നേഹബന്ധം പുലർത്തി അതിനുശേഷം അവർക്ക് അനിവാര്യമായി അറിയേണ്ട കാര്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ചർച്ചക്കിടുക. അങ്ങനെ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഒരു പ്രശ്ന മനുഷ്യനായി മാറണം റബ്ബിന്റെ മുമ്പിൽ. റബ്ബിന് സ്നേഹമാണ്, ഇഷ്ടമാണ് റബ്ബിന്റെ ശിട്ടികളിൽ ആരെ? ഒമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദാ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഏറ്റവും നല്ല വാക്ക് പറഞ്ഞാൽ റബ്ബിന്റെ മുമ്പിൽ ആരാണ്? മുസ്ലിമാണെന്ന് പറയുന്നതോടൊപ്പം ആ പറയുന്നതായ ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ആൾ ആരുണ്ടുവോ അവരാണ് അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും നല്ല വാക്ക് പറഞ്ഞ ആളെന്ന് ആരാ പറയുന്നത്? കൂട്ടർ റബ്ബ് പറയാണ്. അപ്പോൾ നമുക്ക് ഈ കൊല്ലത്തോട് കൊല്ലം ഇവിടുന്ന് കേൾക്കുന്നതായ ഉപദേശത്തെ നമ്മുടെ കഴിവിൻ്റെ പരമാവധി സുഹൃത്തുക്കൾക്ക്, ഹാജിമാർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ചാൻസ് കേരളത്തിൽ ഇങ്ങനെ കിട്ടിക്കൊള്ളണമെന്നില്ല.
കേരളത്തിൽ ദാഹിച്ചതറിയാൻ വേണ്ടി, ചെയ്യാൻ വേണ്ടി, സിയാറത്തിന് വേണ്ടി, സൽക്കർമ്മത്തിന് വേണ്ടി, ഹജ്ജിന് വേണ്ടി, ഉംറയ്ക്ക് വേണ്ടി വരിക എന്ന ആ ലോകം മുഴുവൻ ഒഴിവാക്കി കുടുംബത്തെയും കൂട്ടുകാരെയും സമ്പത്തിനെയൊക്കെ നാട്ടിൽ ഒഴിവാക്കി വരിക എന്നത് ആ നാട്ടിലല്ലല്ലോ, അത് ഇവിടെയുള്ളത്. അപ്പോൾ അവരോട് വല്ലതും പറയുമ്പോൾ പെട്ടെന്ന് അവരുടെ ഹൃദയത്തിൽ തറക്കും, അവർക്കത് ഫലിക്കും, ഉപയോഗപ്പെടും. ബാത്തിലിന്റെ ഉടമകൾ ബാത്തിൽ പ്രചരിപ്പിക്കുന്ന കാണുന്നില്ല കൂട്ടരെ. അസത്യത്തിന്റെ ഉടമകൾ അസത്യം പ്രചരിപ്പിക്കാൻ വേണ്ടി റൂം മാത്രം കയറി ഇറങ്ങുന്നത് കാണുന്നില്ല കൂട്ടരെ. പിന്നെ എന്തുകൊണ്ട് ഹക്കിന്റെ ഉടമകളായ നിങ്ങൾ ധൈര്യസമേതം സത്യം പറയാൻ ഇറങ്ങുന്നില്ല? കേൾക്കാൻ പോകുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്അബിനെ അവിടുന്ന് സെലക്ട് ചെയ്യുന്നു. 12ാമത്തെ വർഷത്തിൽ സഹിഹ റിപ്പോർട്ട് അനുസരിച്ചിട്ട് 12 പേര് റസൂലിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് ദഅവത്ത് റസൂലിനിട്ട് സ്വീകരിച്ചു, ബൈഅത്ത് ചെയ്തു റസൂലുമായി. അവരിൽ ചിലർ 6 പേരിൽ ഉള്ളവരായിരുന്നു. ഏത് 6 പേർ? കഴിഞ്ഞ 10ാം വർഷത്തിൽ ഇസ്ലാം മതം വിശ്വസിച്ച 6 പേർ. ആ 12 പേര് റസൂലുമായിട്ട് ബൈഅത്ത് നടത്തിയ സന്ദർഭത്തിൽ ആദ്യമായിട്ട് റസൂലിലേക്ക് കൈ നീട്ടിയത് 12 പേരിൽ ചെറുപ്പക്കാരൻ യുവാവ് ആരാണത്? അസ്അദ് ഇബ്നു സുറാറ റളിയല്ലാഹു തആല അൻഹു. അസ്അദ് ഇബ്നു സുറാറ അവരാണ് കൈ നീട്ടിയിട്ട് ബൈഅത്ത് ചെയ്തത്. ബൈഅത്തിന്റെ ഗണ്ണികകളൊന്നും ഇപ്പോൾ ഞാൻ പറയുന്നില്ല, ടൈം കിട്ടിയാൽ പിന്നെയും പറയാം. നമുക്ക് മനഃപ്പാടമുള്ള കാര്യമാണ്. സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ മനസ്സിലാക്കേണ്ട വിഷയമാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. സ്ത്രീകൾക്കും എത്രയോ സഹോദരിമാർ, കുടുംബ മെമ്പർമാർ ഹജ്ജ് സീസണിൽ വരുന്നുണ്ട്. മദീനയിൽ നമ്മുടെ ക്ലാസ് മെമ്പർമാരായ സഹോദരിമാരെ എനിക്ക് പരിചയമുണ്ട്. നാട്ടിൽ നിന്നിട്ട് ഹാജിമാർ വന്നാൽ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട്, കുടുംബ മെമ്പർമാരാണെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവർക്ക് CD-യോ അല്ലെങ്കിൽ ഓഡിയോ അല്ലെങ്കിൽ കേസറ്റോ ഇട്ട് കൊടുത്തിട്ട് അവർക്ക് ബോധനം നൽകും. സ്വയം ക്ലാസ് എടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവർക്ക് കേസറ്റിലൂടെയോ മറ്റോ വീട്ടിൽ ബിരിയാണി തീറ്റിപ്പിച്ചിട്ട് ദഅവത്തെത്തിച്ചു കൊടുക്കുന്ന പദ്ധതി. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം. 100 ബിരിയാണി കൊടുക്കുന്നതിനേക്കാളും പ്രാധാന്യം അവർക്ക് എന്തെങ്കിലും ഈ ദീനിനെ കുറിച്ചുള്ള വിജ്ഞാനം പറഞ്ഞു കൊടുക്കലാണ്. അതവരുടെ ഹൃദയത്തിൽ തറക്കും. അവർ നമ്മെ വീക്ഷിക്കുന്നത്, കാണുന്നത് അല്ലാഹു റസൂൽ നാട്ടിൽ ജീവിക്കുന്നവരല്ലേ എന്ന രൂപത്തിലാണ്. അതുകൊണ്ട് നാം അവരുടെ മുമ്പിൽ മാതൃകയുള്ളവരായി മാറണം. നമ്മെ കാണുമ്പോൾ അവർക്ക് എന്തോ ഒരു സ്നേഹം, മദീനക്കാരല്ലേ എന്ന്. അങ്ങനെയാണ് കൂട്ടരെ മനുഷ്യന്മാർ വീക്ഷിക്കുന്നത്. റസൂലുള്ളാഹിന്റെ നാട്ടുകാരോട് എന്തോ ഒരു ഇഷ്ടമാണ് ജനങ്ങൾക്ക്. പക്ഷെ നാം അത് കൂട്ടാക്കാറില്ല. ഞാനൊരു സ്ഥലത്തിൽ തായിഫിലേക്ക് ചെന്നപ്പോൾ വലിയ അത്തറിൻ്റെ കടയിലേക്ക് കടന്നു. അത്തറിൻ്റെ കടയിലേക്ക് കണ്ടപ്പോൾ ഒരു യമനിയാണ് അവിടെ ജോലി ചെയ്യുന്നത്, ഉദ്യോഗസ്ഥൻ. അദ്ദേഹം പരിചയപ്പെട്ട ശേഷം ഞാൻ ഉദ്ദേശിച്ച അത്ര അവിടെ കിട്ടിയില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, പോകാൻ പാടില്ല, നിങ്ങൾ മദീനയിൽ നിന്നിട്ട് വന്ന നിങ്ങൾ വെറുതെ പോകരുത്, ഇത് നിങ്ങളുടെ കൂടെ ഇരുന്നോട്ടെ. എന്നിട്ട് എന്ത് പറഞ്ഞാലും കാശ് വാങ്ങാൻ ഒരുക്കമില്ല. ഒരു പരിചയം എനിക്കില്ല അദ്ദേഹത്തെ. വെറും ഞാൻ മദീനയിൽ നിന്നിട്ട് വന്ന ആളാണ് എന്നറിഞ്ഞു എന്നല്ലാതെ വേറെ ഒന്നും അദ്ദേഹത്തിന് അറിയുകയില്ല. ഇങ്ങനെയാണ് ജനങ്ങൾ വീക്ഷിക്കുന്നത് മദീനയുള്ളവരെ. അവിടുന്ന് നേരെ മറിച്ചാണ് നമ്മുടെ സമീപനമെങ്കിലോ. അവരെ വഞ്ചിക്കുകയും അവരെ വശീകരിക്കുകയും അവരിൽ തട്ടിപ്പ് നടത്തുകയും അവരിൽ വെട്ടിപ്പ് നടത്തുകയും അവരിൽ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ പേറുന്ന ആ ബിദഅത്തോ ശിർക്കോ അതിൽ നിന്നിട്ട് തിരുത്താതെയാണ് അവരെ നാം ഒഴിവാക്കി കളയുന്നതെങ്കിൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹു റസൂലിന് സഹിക്കാൻ പറ്റിയില്ല. മദീനയിൽ നിന്നിട്ട് മക്കയിലേക്ക് പോകുന്നവരെ കണ്ടപ്പോൾ ശിർക്കുമായി വരുന്നവരെ വിടാൻ പറ്റൂല. ചെന്നു അവരെ ഏത് രൂപത്തിൽ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ 2 ഉദാഹരണങ്ങൾ പറഞ്ഞു അല്ലേ, ഉവൈസ് ബിൻ സാമിത്തും അതുപോലെ 2 പേരെ കുറിച്ച്. ഇവിടുന്ന് പോകുന്നവരാരുണ്ട്? വളരെ വളരെ സീക്രട്ടായ സംഭവമായിരിക്കും. ഒരാളൊക്കെ പോവാന്നൊക്കെ പറഞ്ഞാൽ അവിടെയും റസൂലത്താണ്. എവിടെ വന്നു എവിടെ ഇറങ്ങിയ തന്നെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലവിടെ ചടഞ്ഞുകൂടിയതല്ല നമുക്ക് തോന്നാം, മനസ്സിലാക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കാത്തിരിക്കും പോലെ എവിടെയുണ്ട് ജനങ്ങൾ, വിദേശികൾ വരുന്നത് എന്ന്. അപ്പോൾ വിദേശികൾ ഏത് ഭാഗത്തിൽ കൂടി മക്കയിലേക്ക് കടക്കുന്നുവോ അവരെയെല്ലാം സമീപിക്കുന്നു എന്നർത്ഥം. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ നേതാക്കളെ വരെ കാണാൻ ചാൻസ് കിട്ടുന്നു. 12 പേരെ കണ്ടുമുട്ടി, അവർക്ക് ദഅവത്ത് എത്തിച്ചു കൊടുത്തു. അവരുമായി ബൈഅത്ത് 12ാമത്തെ വർഷത്തിൽ, അതും ജംറത്തുൽ അഖബ എന്ന പെരുന്നാൾ രാവിലെ കല്ലെറിയാൻ പോകുന്നതായ അഖബയുടെ താഴെയാണ് സംഭവം. ആദ്യത്തെ കണ്ടുമുട്ടലും അഖബയുടെ താഴെയാണ്, 2ാമത്തെ കണ്ടുമുട്ടലും അഖബയുടെ താഴെയാണ്. അതെ, മുത്തഫഖുൻ അലൈഹി ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്കാണ്, തആലൂ ബൈഉനി, നിങ്ങൾ വരൂ എന്നോട് നിങ്ങൾ ഉടമ്പടി ചെയ്യൂ. ഈ 12 ആളോട്
എന്താണ് ഉടമ്പടിയുടെ ആദ്യത്തെ ഭാഗം? അല്ലാ തുശ്രികൂ ബില്ലാഹി ശൈആ, റബ്ബിന്റെ കൂടെ നിങ്ങൾ ആരെയും പങ്കു ചേർക്കരുത്, റബ്ബിനോടല്ലാതെ പ്രാർത്ഥിക്കരുത്, റബ്ബിനല്ലാതെ നേർച്ചയാക്കരുത്, റബ്ബിനല്ലാതെ അറക്കരുത്, റബ്ബിന്റെ കൽപ്പനയില്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തരുത്, റബ്ബിന്റെ ദീനല്ലാതെ നിങ്ങൾ ദീനായി അംഗീകരിക്കരുത്, റബ്ബിലേക്കല്ലാതെ നിങ്ങൾ പ്രശ്നങ്ങൾ തവക്കുലാക്കരുത്, ഏൽപ്പിക്കരുത്. തവക്കുൽ അത് അല്ലാഹുവിനും തൗഹീദിന്റെ ഭാഗങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതിനാണ്. അല്ലാ തുശ്രികൂ ബില്ലാഹി ശൈആ വലാ തസ്രിഖൂ വലാ തുസ്രിഫൂ, നിങ്ങൾ അമിതമാക്കരുത്, വലാ തസ്നൂ, നിങ്ങൾ വ്യഭിചരിക്കരുത്, വലാ തഖ്തുലൂ ഔലാദക്കും, നിങ്ങൾ നിങ്ങളെ സന്തതികളെ കൊല്ലരുത്, കുട്ടികളെ കൊല്ലരുത്, വലാ തഅതൂ ബിബുഹ്താനിൻ തഫ്തറൂനഹു ബൈന ഐദീകും വഅർജുലികും, നിങ്ങൾ നിങ്ങളുടെ കാലിൻ്റെയും കയ്യിൻ്റെയും മധ്യത്തിൽ ഇഫ്തിറ ഉണ്ടാക്കരുത്. എന്താണ് അതിൻ്റെ അർത്ഥം? പറയൂ, മറന്നുപോയോ? പെണ്ണുങ്ങളെ ബാധിക്കുന്ന കാര്യമാണത്, സ്ത്രീകളെ ബാധിക്കുന്ന കാര്യമാണത്. എന്താണത്? വ്യഭിചാരം എന്ന് പറയുന്നതിൽ പുരുഷന്മാരും സ്ത്രീകളും പെടുന്നു. ഇപ്പറഞ്ഞത് പെണ്ണ് കെട്ടി കല്യാണം കഴിഞ്ഞതായ കുടുംബത്തിൽ ആ ഭർത്താവിൻ്റെ ഹിസാബിൽ കണക്കിൽ മറ്റുള്ളവരെ കൊണ്ട് വ്യഭിചരിച്ച് മക്കളെ ഉണ്ടാക്കുക, അതാണ് ഇഫ്തിറാ. മഹാ തെറ്റാണ്, മഹാപാപമാണ്. അതുകൊണ്ടാണ് കല്യാണം കഴിച്ചവർ വ്യഭിചരിക്കുമ്പോൾ അവർക്ക് മഹാശിക്ഷയാണ് ഇസ്ലാമിൽ. എങ്ങനെയാണ് അവരെ കൊല്ലേണ്ടത്? എറിഞ്ഞു കൊല്ലണം. മദീനയിൽ അങ്ങനെ സംഭവിച്ചു. 2 വ്യക്തികളെ റസൂലുള്ളാഹിന്റെ ഹയാത്ത് കാലത്ത് എറിഞ്ഞു കൊല്ലപ്പെട്ടു. ആരൊക്കെയാണ്? മാഇസ് റളിയല്ലാഹു തആല അൻഹുവിനെയും ഗാമിദിയ്യ പെണ്ണിനെയും റളിയല്ലാഹു തആല അൻഹുമാ. അവർ 2 പേരുടെയും പാപങ്ങൾ അല്ലാഹു പൊറുത്തു എന്ന് റസൂലുള്ളാഹിന്റെ നാവിലൂടെ വഹിയിലൂടെ ഇവിടെ ഇറങ്ങിയതാണ്. അതുകൊണ്ട് നാം അവരെ വീഴ്ചബോധത്തോടു കൂടി വീക്ഷിക്കാൻ പാടുള്ളതല്ല. കാരണം അവർ തെറ്റ് ചെയ്തിട്ട് ഇന്നത്തെ കാലഘട്ടക്കാർ തെറ്റ് ചെയ്യുന്നത് പോലെ ഒളിച്ചുകളിയോ അല്ലെങ്കിൽ പേടിയില്ല ഭാവം നടിക്കുകയോ അതൊന്നുമല്ല. അവരിൽ നിർബന്ധമായും ശിക്ഷ കിട്ടണമെന്ന ബോധമാണ് ഉടലെടുത്തത്. റസൂലിൻ്റെ മുമ്പിൽ വന്നിട്ട് റസൂൽ ഒന്നിരിക്കലോ അദ്ദേഹം കുടിച്ചതായിരിക്കും, തൊള്ള മണത്ത് നോക്കൂ എന്ന് വരെ ചില റിപ്പോർട്ടിലുണ്ട്. മായിസ് വന്നിട്ടത് പറഞ്ഞപ്പോൾ എന്തിനാണ് അദ്ദേഹം പറയുന്നത്? സ്ഥിരം തെറ്റിയത് കൊണ്ട് പറയായിരിക്കും അയാൾ വ്യഭിചരിച്ച് കാണൂല. ഇതൊക്കെ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഖാദിമാർക്ക് പഠിപ്പിക്കും പോലെ എന്തെങ്കിലും ഒരു കേസ് വന്നാൽ കോർട്ടിൽ നിന്നിട്ട് കേൾക്കുമ്പോൾ തന്നെ അങ്ങോട്ട് എന്ത് ചെയ്യേണ്ടതല്ല, വിധി പ്രഖ്യാപിക്കേണ്ടതല്ല. പിന്നെയോ നന്നായി പഠനം നടത്തണം, നന്നായി ആ കേസിൻ്റെ എല്ലാ ഭാഗങ്ങളെക്കുറിച്ച് പഠനം നടത്തണം. ചില ആൾക്കാർ കാണാം ഒരു ഭാഗത്തുനിന്ന് കേട്ടിട്ട് വിധി. പാടില്ല. 2 വശമുള്ള കേസുകളാണെങ്കിൽ 2 വശത്തിൽ നിന്നിട്ട് കേൾക്കണം. ഇതൊക്കെ റസൂൽ പഠിപ്പിക്കുന്നതാണ്. അങ്ങനെ മായിസ് റളിയല്ലാഹു തആല അൻഹു തീർത്ത് പറഞ്ഞു, റസൂലേ നിങ്ങൾ എന്നെ ശുദ്ധീകരിച്ചാലേ തീരുള്ളൂ. എന്തുകൊണ്ട്? ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്. എന്താ ശിക്ഷ? അദ്ദേഹം കല്യാണം കഴിച്ച ആളാണ്. അപ്പോൾ ശിക്ഷ എന്താണ്? എറിഞ്ഞു കൊല്ലലാണ്. എറിഞ്ഞു കൊല്ലാൻ തന്നെ റസൂൽ ഓർഡർ കൊടുത്തു. ഇസ്ലാമിൻ്റെ ഖുർആനിൻ്റെ സുന്നത്തിൻ്റെ സഹായത്തോടു കൂടിയുള്ള ഓർഡർ അതാണ്. അപ്പോൾ സ്വയം വന്ന് ഹാജരായി, സ്വയം വന്ന് കുറ്റം സമ്മതിച്ച് സ്വയം തന്നെ കൊല്ലപ്പെട്ടത് കാരണത്താൽ റസൂലുള്ളാഹിയാണ് അവർക്ക് മയ്യത്ത് നമസ്കരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ആരാ നമസ്കരിക്കുന്ന മയ്യത്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പറയേണ്ടതില്ല. മദീനവാസികളിലേക്ക് ഓഹരി ചെയ്താൽ അവർക്ക് മാത്രം മതിയാകുന്ന രൂപത്തിലുള്ള പാശ്ചാത്തപമാണ് അദ്ദേഹം പാശ്ചാത്തപ്പിച്ചതെന്ന് മായിസിനെ കുറിച്ച് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അല്ലെങ്കിൽ ഗാമിദിയെക്കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട്, നീട്ടി വലിച്ച് പറഞ്ഞ കാലഘട്ടത്തിൽ. അതാണ് ഇപ്പോൾ ഓരോ ഭാഗത്തെ ഈ ബൈഅത്തിലുള്ള ഭാഗത്തെ എണ്ണിപ്പറയാണെങ്കിൽ നമ്മുടെ വിഷയം നീളും. അതുകൊണ്ടാണ് ഞാൻ ഷോർട്ടാക്കുന്നത്. വലാ തഅതൂ ബിബുഹ്താനിൻ തഫ്തറൂനഹു ബൈന ഐദീകും വഅർജുലികും വലാ തഅസൂന ഫീ മഅറൂഫ. അല്ലാഹ് കൽപ്പിച്ച ഏത് കൽപ്പനകളിലും നിങ്ങൾ അള്ളാഹിന്റെ വിധിക്ക് മാറുകാട്ടാൻ പാടുള്ളതല്ല. ഫമൻ വഫാ മിൻകും, നിങ്ങൾ എന്നിട്ട് ആരെല്ലാം ഈ കൽപ്പന അനുസരിച്ചിട്ട് ജീവിക്കുന്നുവോ ഫഅജ്റുഹു അലല്ലാഹ്, അങ്ങനെ ജീവിക്കുന്നവർക്ക് അള്ളാഹു അവന് പ്രതിഫലം നൽകുന്നതാണ്. വമൻ അസാബ ശൈഅൻ ഫസതറഹുല്ലാഹ് ഫഅംറുഹു ഇലല്ലാഹ്. ആരെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, അവൻ മറക്കുകയാണെങ്കിൽ അവൻ്റെ കാര്യം അള്ളാഹ്ക്ക് ഞാൻ വിട്ടുകൊടുക്കുന്നു. നമ്മുടെ കണ്ണിൽപ്പെട്ടാൽ നാം സൃഷ്ടിക്കും. അവന് മറച്ചാൽ അള്ളാഹു മാഫ് ചെയ്താൽ മാഫ് ചെയ്തു,
മാഫ് ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും പരലോകത്തിൽ. അതെ, ഇൻഷാ അദബ വഇൻഷാ അഫാ അൻ, ഒന്നിരിക്കലോ അള്ളാഹു അവനെ ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ അള്ളാഹു അവന് മാഫ് ചെയ്യുകയോ ചെയ്യുന്നതാണ്. ഇതാണ് റസൂലുള്ളാഹി അവിടെ ചെയ്തതായ ബൈഅത്ത്. ഈ ബൈഅത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുമായിട്ട് എവിടെയാണ് ചെയ്തത്? മിനയിൽ വെച്ചിട്ടാണ്. ഞാൻ പറയാറുണ്ട്, മക്ക, മിന, മദീന, ഈ 3 പട്ടണവുമായുള്ള ബന്ധം പഠിക്കണം. ആ ബന്ധം പഠിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഈ വിശ്വാസത്തിൻ്റെ ഈ വിശ്വാസം അത് എത്തേണ്ട രൂപത്തിൽ എത്തിക്കാൻ വേണ്ടിയുള്ള പ്രയാസം നമ്മുടെ നേതാക്കൾ അനുഭവിച്ചതിൻ്റെ ആ ശരിയായ ശൈലി മനസ്സിലാക്കാൻ, രൂപം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മനക്കെട്ട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടി ഉണ്ടാക്കിയതായ വിശ്വാസമാണിത്. ഈ വിശ്വാസം അതേ രൂപത്തിൽ പ്രചരിപ്പിക്കാനുള്ള ചാൻസാണ്. അതേ രൂപത്തിലുള്ളതല്ല, അതിനേക്കാളും അനാചാരവുമായി പേറി വരുന്ന വിഭാഗം വരുന്ന കാലഘട്ടമാണ് ഹജ്ജ് സീസൺ. നമ്മുടെ മക്ക കാഫിരി, മദീന കാഫിരിങ്ങളുടെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ സന്തൽ പോക്കും ആനപ്പോക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇപ്പോൾ സന്തൽ പോക്കും ആനപ്പോക്കാണ് ശിർക്കോടൊപ്പം നമ്മുടെ നാട്ടിൽ, അല്ലേ? എന്തെല്ലാം അനാചാരങ്ങളാണ് നമ്മുടെ നാട്ടിൽ, ഇസ്ലാമിൻ്റെ പേരിലും ദീനിൻ്റെ പേരിലും. പള്ളിയുടെ അകത്ത് അള്ളാഹു അതുകൊണ്ടാണ് ഖുർആനിൽ ആയത്തിറക്കിയപ്പോൾ ശിർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ പള്ളിയുടെ ഉടമകളെ എന്ന് വിളിച്ചിട്ട് പ്രത്യേകം പറയാൻ കാരണം, നിങ്ങൾ പള്ളിയിൽ വെച്ചിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം മറ്റുള്ളവരോട് പ്രാർത്ഥിച്ച് കളയരുത് എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള മഹാപാപം ചെയ്യുന്നവർ വരുന്നുണ്ട് ഹജ്ജ് സീസണിൽ. അവരെ കണ്ടുകൊണ്ട് അവർക്ക് എണ്ണ വാങ്ങിക്കൊടുത്തോളീൻ, വിരിപ്പ് വാങ്ങിക്കൊടുത്തോളീൻ, എല്ലാം കൊടുത്തോളീൻ. ഈ ദിവസത്തിൽ പ്രയാസമാണ് നമ്മുടെ ഹാജിമാർക്ക്, തണുപ്പ് എന്നൊക്കെ പറഞ്ഞ്. ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം തണുപ്പ് അനുഭവപ്പെട്ടോണമെന്നില്ല, അവർ കേരളത്തിൽ പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷേ അവിടെയെല്ലാം ഹാജിമാർ സമീപിക്കുമ്പോൾ ഹിക്മത്തോടെ, മൗഇളത്തുൽ ഹസനത്തോടെ, പ്രയാസപ്പെടുത്താതെ. അതൊക്കെ വേണം, അതൊക്കെ വേണ്ടാന്ന് പറയുന്നില്ല. റസൂലിൻ്റെ ശൈലി അങ്ങനെയായിരുന്നു. റസൂൽ നിങ്ങൾ കേട്ടില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞത്? 6 പേരോട്, നിങ്ങളുടെ നാട്ടിൽ ജൂതന്മാരുടെ സ്ഥിതി എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞല്ല, ആദ്യം ജൂതന്മാരെ കുറിച്ച് ചോദിക്കുകയാണ്. മദീനത്ത് ഖസ്റജുകളെ കുറിച്ച്, ഔസുകളെ കുറിച്ച് ചോദിക്കുകയാണ്. ഇതൊക്കെ ചോദിച്ചിട്ട് അവരോട് ഇരുന്നൂടെ എന്ന്. അപ്പോൾ അവരടുത്തു. ഞങ്ങളെ നാട് പരിചയമുള്ള ആളല്ലേ എന്ന് അവർക്ക് തോന്നി. അപ്പോൾ അടുത്ത് കഴിഞ്ഞ ശേഷം ഇരുന്നൂടെ, ഇരിക്കാം, ഇരുന്നു കൊടുത്ത ശേഷമാണ് പിന്നെ ആയത്തോതുന്നത്. പിന്നെയാണ് ഞാൻ അള്ളാഹിൻ്റെ ദൂതരാണെന്ന് പറയുന്നതും ആയത്തോതുന്നതും. മനസ്സിലായില്ലേ? അപ്പോൾ ഹാജിമാർക്ക് ദഅവത്തെടുക്കാൻ പോകുമ്പോൾ അവിടെ ഹിക്മത്ത് വേണ്ട, മൗഇളത്തുൽ ഹസനത്ത് വേണ്ട എന്നൊക്കെയല്ല ഈ പറഞ്ഞത്. അതൊക്കെ അനിവാര്യമാണ്. ഇസ്ലാമിൻ്റെ ശാസനയാണ്, ഖുർആന്റെ കൽപ്പനയാണ്. അതൊക്കെ അനിവാര്യമാണ്. ബൈഅത്തുൻ നിസാ എന്നാണ് ഈ ബൈഅത്തിൻ്റെ പേര്. ഈ ബൈഅത്തിൻ്റെ പേരെന്താണ്? ബൈഅത്തുൻ നിസാ. ഇതിൽ യുദ്ധത്തിനെ കുറിച്ചുള്ള പരാമർശമില്ല. ചില മുഫസ്സിറുകളോ ചരിത്ര ഗ്രന്ഥകർത്താക്കളോ മുഹദ്ദിസുകളോ പറഞ്ഞതായിട്ട് കാണാം, ഇവിടെ ബൈഅത്തുൻ നിസാ എന്ന പേര് വെച്ചത് എന്താണ്? യുദ്ധവുമായി എന്തില്ല, യുദ്ധത്തിനെ കുറിച്ചുള്ള ചർച്ചയില്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷേ ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ വാക്ക്, അതിൽ നിന്നിട്ട് മനസ്സിലാകുന്നത് ഈ ബൈഅത്ത് ഞങ്ങൾ റസൂലുമായി നടത്തിയപ്പോൾ അതിൽ സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ ശക്തിയിൽ സ്വന്തം സ്ത്രീകൾ അഥവാ അഭിമാന സംരക്ഷണത്തിനേക്കാളും കൂടുതൽ ശക്തിയോടുകൂടി നിങ്ങൾ മദീനയിലേക്ക് വരികയാണെങ്കിൽ സംരക്ഷിക്കുമെന്ന ശൈലി ഉള്ളതുകൊണ്ട് അത് യുദ്ധം നിർബന്ധമാകുന്നതിന് മുമ്പ് വരേക്കും ഞങ്ങൾ അത്തരം കാര്യങ്ങൾ റസൂലുമായിട്ട് ബൈഅത്ത് ചെയ്തവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഭിമാനിക്കാറുണ്ടായിരുന്നു എന്നാണ്. മനസ്സിലായില്ലേ? അവർ മദീനയിലേക്ക് മടങ്ങി വന്നപ്പോൾ നമ്മുടെ വിഷയം എന്താണ്? അൻസാരികൾ. ഇപ്പോൾ നാം അൻസാരികൾ എങ്ങനെ ഉണ്ടായി എന്നത് പഠിച്ചവരാണ്. അൻസാരികൾ മദീനയിലേക്ക് എങ്ങനെ എത്തി? അപ്പോൾ നാം എവിടേക്ക് പോയിരുന്നു? യമനിലേക്ക് പോയിരുന്നു. യമനിൽ പോയിട്ട് ഇവിടെ ആദ്യം അറബികൾ എങ്ങനെ വന്നു എന്ന് നീട്ടി വലിച്ച് കുറേ ക്ലാസ്സുകളിൽ കേട്ടു.
നാട്ടുകാരിവിടെ എങ്ങനെ വന്നു, സദ് മഅറബ് എങ്ങനത്തെ പൊട്ടിത്തകർന്നു, അങ്ങനെ ഇവിടെ വന്നിട്ട് ഇത് കുടിയേറി പാർത്തു, അതൊക്കെ നാം പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ വന്നതായ വിഭാഗം നൂറ്റാണ്ടുകൾ താമസിച്ച ശേഷം പിന്നെയാണ് ബുആത്ത് യുദ്ധം നടക്കുന്നത്. ആ കാലഘട്ടത്തിലാണ് ദൂതർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അവിടെ നുബുവത്ത് കിട്ടിയിട്ടുള്ളത്. ആ സന്ദർഭത്തിലാണ് റസൂലുള്ളാഹിയെ കാണാൻ വേണ്ടിയല്ല, വേറെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോയവർ മുസ്ലിമായി, പിന്നെ പോകുന്നവർ റസൂലുള്ളാഹിനെ കാണാനായി പോയി പിറ്റേത്തെ വർഷത്തിൽ. അങ്ങനെ റസൂലിനെ കണ്ട ശേഷം പിന്നെ അവർ വരുമ്പോൾ അവരോട് കൂടി റസൂൽ അയക്കുന്ന ആരാണ് അയച്ചത്? മുഹാജിറുകൾ എന്നിട്ടൊരു വ്യക്തിയെ. മുഹാജിറുകൾക്ക് പ്രത്യേകതയുണ്ട് ഈ നാട്ടിൽ. ഒരു അൻസാരികൾ വന്നിട്ട് അൻസാരികൾ തന്നെ ദഅവത്ത് നടത്തും പോലെയല്ലല്ലോ മുഹാജിറുകൾ വന്നിട്ട് പറയൽ. മുഹാജിറുകളായ ഒരു വ്യക്തി അഥവാ മക്കക്കാരനായ വ്യക്തി മദീനയിലേക്ക് വരുന്നു. മദീനയിലേക്ക് ആദ്യമായിട്ട് വന്ന രണ്ട് വ്യക്തിത്വത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ആര്? മുസ്അബ് ഇബ്നു ഉമൈറും ഇബ്നു ഉമ്മ മക്തൂം. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ഇബ്നു ഉമ്മ മക്തൂം. അദ്ദേഹത്തിന് അംർ എന്നും അബ്ദുള്ള എന്നും രണ്ട് പേരിലും അറിയപ്പെടുന്നുണ്ട്. അംർ ഇബ്നു മക്തൂം അല്ലെങ്കിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം, കുരുടൻ. അങ്ങനെ രണ്ട് വ്യക്തിയാണ് മദീനയിൽ ആദ്യം വന്നിട്ടുള്ളത് മുഹാജിറുകളിൽ നിന്ന്. ബിലാലിന് മുമ്പും സഹീഹ് ഹദീസിലുള്ള ഭാഗമാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബുഖാരിയിൽ തന്നെ. ബിലാലിന് മുമ്പ് തന്നെ അവരെത്തിയിട്ടുണ്ട് ഇവിടേക്ക്. അതെ, മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിനെ നിങ്ങൾക്ക് പലപ്പോഴും ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. ആരാണ് മുസ്അബ്? യുവത്വം തുളുമ്പുന്ന സന്ദർഭത്തിൽ ഇസ്ലാം മതം സ്വീകരിച്ച വ്യക്തിത്വം. അദ്ദേഹം മക്കയിൽ വളരെ ഉയർന്ന സമ്പാദ്യത്തിന്റെ ഉടമകളിൽ ജീവിക്കുന്ന വ്യക്തിത്വം, അഥവാ കോടീശ്വരന്മാരുടെ വീട്ടിൽ ജീവിക്കുന്ന വ്യക്തിത്വം. കോടീശ്വരന്മാരുടെ വീട്ടിൽ ജീവിക്കുമ്പോൾ നല്ല നല്ല സുന്ദര വസ്ത്രങ്ങൾ ധരിക്കും ദൈനംദിനം എന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല. ചരിത്ര ഗ്രന്ഥങ്ങളെല്ലാം വളരെ നീട്ടിവലിച്ച് പറഞ്ഞ സംഭവങ്ങളാണ്. നല്ല ഫാഷൻ പരേഡ് ദൈനംദിനം നടത്തുന്ന വ്യക്തിയായിരുന്നു മുസ്അബ് എന്നാണ്. യമനിലല്ലാതെ കിട്ടാത്ത വാസനദ്രവ്യങ്ങൾ ഈ മുസ്അബിൽ നിന്നിട്ട് എന്നും ശ്വസിക്കാറുണ്ടായിരുന്നു. ആര്? മക്കക്കാർ. അത്രയും സുന്ദരനായി ജീവിച്ച വ്യക്തിത്വമാണ്. പക്ഷേ ഈ വിശുദ്ധ പ്രസ്ഥാനത്തിന്റെ മെമ്പർഷിപ്പ് നേടിയതായ വേളയിൽ ദാറുൽ അർഖമിൽ റസൂൽ ഇരിക്കുന്ന കാലഘട്ടം, മുമ്പന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ കൊണ്ട് വിശ്വസിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ മുസ്അബിന്റെ ഉമ്മയും വാപ്പയും ശത്രുക്കളായി മാറുന്നു. സ്വന്തം വീട്ടുകാർ രണ്ടുപേരും അറസ്റ്റ് ചെയ്യുന്നു, ബന്ധനസ്ഥനാക്കുന്നു. അതെ, അടിമകളെ പാറാവ് നിർത്തുന്നു. വീട്ടിൽ അടിമകളെ, കോടീശ്വരന്മാരുടെ വീടല്ലേ, സമ്പത്തുള്ളവരുടെ വീടല്ലേ, അടിമകളെ പാറാവ് നിർത്തുന്നു. പാറാവ് നിർത്തിയ അടിമകളെ തന്നെ വശീകരിച്ച് സഹായത്തോടുകൂടി ചങ്ങലയിൽ നിന്നിട്ട് ദൂരം പുറപ്പെട്ടുകൊണ്ട് പൊട്ടിച്ചുകൊണ്ട് രക്ഷപ്പെട്ടിട്ടായിരുന്നു മഹാനായ മുസ്അബ് എവിടേക്ക് പോയത്? ആദ്യം എവിടേക്ക് പോയി? ഹബ്സീനയിലേക്ക് മുമ്പന്മാര് 100 പേര് ഹിജ്റ പോയപ്പോൾ അക്കൂട്ടത്തിൽ ആരുണ്ട്? മുസ്അബ് ഇബ്നു ഉമൈർ ഉണ്ട് കൂട്ടരെ റളിയല്ലാഹു തആല അൻഹു. പക്ഷെ അവർ മടങ്ങി വന്നു വീണ്ടും മക്കയിലേക്ക്. മടങ്ങി വന്നപ്പോൾ വീണ്ടും അറസ്റ്റ് ചെയ്തു. ഉമ്മയും ബാപ്പയെ അറസ്റ്റ് ചെയ്യാണ്. തൗഹീദ് വേണ്ട. അത് ഇന്നുണ്ട് നമ്മുടെ നാട്ടിൽ, ലോകത്തിലെല്ലായിടങ്ങളിലുമുണ്ട്. സത്യമാണ് പറയുന്നതിൽ കേൾക്കാൻ. ചിലപ്പോൾ ഉമ്മയെ കിട്ടിക്കൊള്ളണമെന്നില്ല, വാപ്പയെ കിട്ടിക്കൊള്ളണമെന്നില്ല, കുടുംബ മെമ്പറെ കിട്ടിക്കൊള്ളണമെന്നില്ല. നിന്നെ തന്നെ മേരിച്ചാൽ നിന്റെ ഖബർ ഞങ്ങളുടെ ഖബർസ്ഥാനത്തിൽ ഖബറടക്കൂലെന്ന് നമ്മുടെ ക്ലാസ് മെമ്പറോടാണ് വാപ്പയും ഉമ്മയും ഇളപ്പയും പറഞ്ഞത്. ഏത്? നമ്മുടെ ക്ലാസ് മെമ്പറോട്, മെമ്പർമാരിൽ ഒരാളോട്. നാട്ടിൽ പോയപ്പോൾ നീ ഇതുമായി നടന്നാൽ, പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹിനോട് മാത്രമെന്നത് പറഞ്ഞു നടന്നാൽ, നീ മരിച്ചാൽ ഞങ്ങൾ കിടക്കുന്ന ഖബർസ്ഥാനത്തിൽ നിന്ന് കടത്തൂലാന്ന്. ഇത് ഇന്ന് ഈ കാലഘട്ടത്തിൽ. പിന്നെ പഴയകാലം പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. അപ്പോൾ സത്യം പറഞ്ഞാൽ എവിടെയും പെറ്റummക്ക് പറ്റൂല. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ. പെറ്റuമ്മ നമ്മുടെ കൂടെ അല്ലെങ്കിൽ സത്യം പറയണം. അല്ലാതെ എന്ത് പറഞ്ഞാൽ ഒരു വെറുപ്പില്ല. എത്ര സ്റ്റേജ് കെട്ടിയാൽ, എത്ര യോഗം നടത്തിയാൽ, എത്ര സമ്മേളനങ്ങൾ നടത്തിയാൽ, കൈയിട് കിട്ടിയാൽ കിട്ടട്ടെ, കിട്ടാതിരിക്കട്ടെ, പ്രതിഷേധം ഉണ്ടാവില്ല. ഈ കല്ലേറ് വരലും പ്രതിഷേധമുണ്ടാവലും ഭിന്നിപ്പുണ്ടാവലും സത്യം പറയുമ്പോൾ മാത്രമാണ്. മക്കക്കാര് പണ്ട് റസൂലിനോട് പറഞ്ഞതാണ്, അതാ വാക്കാണത്. എന്ത്? നീ ഞങ്ങളെ ഭിന്നിപ്പിച്ച് കളഞ്ഞല്ലോ.
മുഹമ്മദേൻ. അപ്പോൾ സത്യം പറയുക എന്നതിലെ വെറുപ്പുള്ള ജനങ്ങൾക്ക് അതല്ലാതെ വേറെ എന്ത് പറഞ്ഞാലും രാഷ്ട്രീയം പറഞ്ഞു നോക്കി എല്ലാം. ഇപ്പം രാഷ്ട്രീയം, ഞാൻ ആരെയും കുറ്റം പറയില്ല കേട്ടാ, ഈ രാഷ്ട്രീയ മേഖലകളൊക്കെ പ്രവർത്തിക്കുന്ന വിഭാഗത്തിന് ആരെയും സമീപിക്കാൻ പറ്റും? പത്രക്കാർ, രാഷ്ട്രീയക്കാർ, ഈ രണ്ട് വിഭാഗത്തിൻ്റെ സ്വഭാവമാണ്. ആരെയും സമീപിക്കാം. കാരണം ആ ജോലി തന്നെ പല സന്ദർഭങ്ങളിൽ സോപ്പിടലാണ്. അതുകൊണ്ട് ആരെയും വേദനിപ്പിക്കാതെ പോകണം, എന്നാലേ കാര്യം നേടുള്ളൂ. പക്ഷെ സത്യം, ഖുർആൻ, സുന്നത്ത് അതങ്ങനെ അതല്ലല്ലോ. അത് വേറൊരു രൂപമാണ് ലോകത്തിന് പഠിപ്പിക്കുന്നത്. എന്ത്? വാനലോകത്ത് നിന്ന് ഇറങ്ങിയതായ റബ്ബിന്റെ വചനം, റബ്ബിന്റെ കൽപ്പന, റബ്ബിന്റെ ശിട്ടികൾ, അതാണ് അംഗീകരിക്കേണ്ടത്. അവിടെയാണ് ഭിന്നിപ്പുണ്ടാവുക, അവിടെയാണ് ജനങ്ങൾക്ക് വെറുപ്പുണ്ടാവുക അംഗീകരിക്കാത്തവരുടെ ഇടയിൽ. അതാണ് എല്ലായിടങ്ങളിലും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങൾ പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ ഹാജിമാരിറങ്ങിയ റൂമുകളിൽ പോയി നോക്കുക, നിങ്ങൾക്ക് അനുഭവമുണ്ടാകും. നിങ്ങൾ ഈ സത്യമാണെന്ന് മനസ്സിലാക്കിയ കാര്യം അവരോട് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? ഒരു 5 ആളുള്ള റൂമാണെങ്കിൽ ഒരാൾ കേൾക്കും, 4 ആൾ എണീറ്റ് പോകും, 2 ആൾ കേൾക്കും, 3 ആൾ എണീറ്റ് പോകും. ഇനി എണീറ്റ് പോയില്ലെങ്കിലും നിന്നോട് പോടാ അവിടുന്ന് പറയും. അവർ പോയില്ലെങ്കിൽ നിന്നോട് പോടാന്ന് പറയും. ഇതൊക്കെ ക്ലാസ് എടുക്കാൻ പോകുന്ന നമുക്ക് സംഭവിക്കുന്നതാണ് കൊല്ലം പ്രതി. ഇതിനൊക്കെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കണം? മാലിക്കുദ്ദീൻ ആരുടെയും 12 ആളുടെയും തത്വം കേരളത്തിൽ പ്രചരിപ്പിക്കാൻ ഒരുങ്ങാത്ത, അവരുടെ മതത്തിന്റെ ഉടമകളാണെന്ന് പറഞ്ഞു നടക്കുന്ന, കൊട്ടിഘോഷിക്കുന്ന പണ്ഡിത വേഷധാരികൾ ഏറ്റെടുക്കണം. അള്ളാഹു അവരെ ഹിദായത്തിലാക്കട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. അതെ, മഹാനായ മുസ്അബ് റളിയല്ലാഹു തആല അൻഹു മദീനയിലേക്ക് വരുന്നു. ഞാൻ കൂടുതൽ മുസ്അബിനെ കുറിച്ച് പറയുന്നില്ല, കാരണം നമ്മുടെ വിഷയം മുസ്അബല്ല, അൻസാരികളാണ്. മുസ്അബ് ആരാണ്? മുഹാജിറാണ്. അൻസാരികളെ കുറിച്ച് നമുക്ക് പറയാം. അങ്ങനെ മഹാനായ മുസ്അബ് മദീനയിൽ വന്നിട്ട് എവിടെ ഇറങ്ങിയത്? ഇതൊക്കെ ദർസ് പഠിക്കുമ്പോൾ ആരുടെ വീട്ടിലിറങ്ങിയത്? അല്പം മുമ്പ് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് മടക്കി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹമാണ് ആദ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ബൈഅത്ത് ചെയ്തത്. 12 പേരുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ യുവാവാണ് അദ്ദേഹം. അവരുടെ കൂട്ടത്തിൽ ആരാണത്? അസ്അദ് ഇബ്നു സുറാറ. ആരാണ്? അസ്അദ് ഇബ്നു സുറാറ. കേൾക്കാൻ പോകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ. എണ്ണി ഞാനിവിടെ 8ഓ 9ഓ പ്രത്യേകതകൾ പറയും. അസ്അദിൻ്റെ ചരിത്രം പഠിക്കാൻ വേണ്ടിയും പാഠം പഠിക്കാൻ വേണ്ടിയും അവരിൽ നിന്നിട്ട് മാതൃകകൾ കൊള്ളാൻ വേണ്ടിയും അള്ളാഹ് ആദരിച്ച ബഹുമാനിച്ച നേതൃത്വങ്ങളാണ് കൂട്ടരെ. അവർ അൻസാറുകളിൽ നിന്നിട്ട് ആദ്യം ഇസ്ലാം മതം വിശ്വസിച്ച വ്യക്തിയാണെന്നത് തന്നെ മതി അദ്ദേഹത്തിനുള്ള പ്രത്യേകത. അൻസാറുകളിൽ നിന്നിട്ട് ആദ്യം ഇസ്ലാം മതം വിശ്വസിച്ച വ്യക്തികളിൽ ഒരു വ്യക്തിയാണ് എന്ന് തന്നെ മതി അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. വേറെന്ത് വേണം? മഹാനായ അസ്അദിൻ്റെ വീട്ടിലാണ് മഹാനായ മുസ്അബ് ഇറങ്ങുന്നത്. എവിടെയാണത്? ഖുബയിൽ. ഖുബ എന്ന നാട്ടിൽ പള്ളിയില്ല, അവിടെ പള്ളിയില്ലാത്ത അന്തരീക്ഷം. മുസ്അബ് വന്ന ഉടനെ തന്നെ ആദ്യം 6 പേര് വിശ്വസിച്ചിട്ടുണ്ട്, അസ്അദ് അടക്കം. പിന്നെ 12 പേര് വിശ്വസിച്ചിട്ടുണ്ട്, അസ്അദ് അടക്കം. അങ്ങനെയുള്ളവരെല്ലാം എത്തിച്ചു കൊടുത്തതായ ആ ദഅവത്ത് അനുസരിച്ചിട്ട് പലരും വരുന്നുണ്ട്. അവർക്ക് പ്രബോധനം നടത്താൻ വേണ്ടിയിട്ട് മുസ്അബ് പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമസ്കാരം വേണ്ടി വരും. നമസ്കാരം മക്കത്ത് നിർബന്ധമായിട്ടുണ്ട്. അങ്ങനെയുള്ള നമസ്കാരത്തെ മഹാനായ മുസ്അബിന്റെ നേതൃത്വത്തിൽ അസ്അദ് ഇബ്നു സുറാറയുടെ വീട്ടിൽ ഖുബയിൽ നമസ്കരിച്ചു വരികയാണ്. ആദ്യമായിട്ട് മദീനയിൽ ജുമുഅ നമസ്കരിച്ചത് നേതൃത്വം വഹിച്ചുകൊണ്ട് അസ്അദ് ഇബ്നു സുറാറയാണ്. അത് സഹിഹ റിപ്പോർട്ടിൽ സ്ഥിരീകരിക്കപ്പെട്ടതാണ്, ചരിത്ര ഗ്രന്ഥങ്ങളിലും ഹദീസ് ഗ്രന്ഥങ്ങളിലും. പക്ഷേ ആ നമസ്കരിച്ചത് 40 ആളുടെ നേതൃത്വം വഹിച്ചിട്ടാണ് എന്ന് ഹാക്കിമും അബൂദാവൂദും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിന് മഹാനായ ഹാഫിദ് ഇബ്നു കസീറും മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനിയും സഹിഹല്ല ലഈഫാണെന്ന് പറയുന്നു. 40 എന്ന പദം ഉള്ളതായ റിവായത്ത്. ഇപ്പോൾ നാം മദീനയിൽ അസ്അദ് ഇബ്നു സുറാറയുടെ കൂടെ പ്ലാൻ ഇടുന്നത് നോക്കൂ. റസൂലിന് പ്രയാസം വന്നത് ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ മുസ്അബിനുള്ള പ്രയാസം നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾ നാട് മൂപ്പരുടേതല്ല, മൂപ്പര് വിദേശിയാണ്. ബിസിനസ്സിനാണ് വന്നതെങ്കിൽ ആരും ചിന്തിക്കൂല, ആരും നോക്കൂല. വന്നത് ബിസിനസ്സിനല്ല, വന്നത് ആദർശം ചേഞ്ച് ചെയ്യാൻ. അപ്പോഴാണ് ജനങ്ങൾക്ക് പ്രയാസം.
വാർത്തകൾ ഇങ്ങനെ മദീനയിൽ ഓരോ വീടുകളിൽ അലതല്ലുന്നുണ്ട്. ഇങ്ങനെയുള്ളതായ പുതിയ തത്വവുമായി മതവുമായി ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് പോലോ എന്നൊക്കെ. അസ്അദ് പറയുന്നു, നോക്കൂ, ചിന്തിക്കേണ്ടതുപോലെ ചിന്തിക്കാൻ ഈമാൻ കയറുമ്പോൾ മുസ്ലിമിന് സാധിക്കും. അതെ, മുസ്ലിമിൻ്റെ യഥാർത്ഥ മുസ്ലിമിൻ്റെ സ്വഭാവം അതാണ്. ഈമാൻ കയറേണ്ടതുപോലെ കയറിയാൽ വേണ്ടതുപോലെ ചിന്തിക്കാൻ അത് സഹായകമാകും. അസ്അദ് ചിന്തിക്കുന്നു, ഏറ്റവും പെട്ടെന്ന് ഈ വിശുദ്ധ പ്രസ്ഥാനം, ഈ മതം ഇവിടെ വ്യാപകമാകാൻ എന്താണ് നല്ലത്? തലവന്മാരെ പിടികൂടാ. നാടന്മാരിപ്പോൾ 100 ആളെ കിട്ടിയാൽ ചിലപ്പോൾ പെട്ടെന്ന് കൂറുമാറാൻ സാധ്യതയുണ്ട്. നേതൃത്വത്തെ ഭയപ്പെട്ടാൽ പിടിക്കല് തന്നെ നേതൃത്വത്തെ പിടിച്ചാലോ സംഗതി ശരിയായി. അങ്ങനെ ബനു അബ്ദുൽ അഷ്ഹലിൻ്റെ അഷ്ഹൽ എന്ന ഗോത്രത്തിൻ്റെ നേതൃത്വങ്ങളെ പിടികൂടാൻ പറഞ്ഞു കൊടുക്കുന്നു. സഅദ് ഇബ്നു മുആദ് നേതൃത്വമാണ്, ഉസൈദ് ഇബ്നു ഹുദൈർ നേതൃത്വമാണ്. നമുക്ക് അവരെ കാണാൻ പോകാം. സഅദ് ഇബ്നു മുആദിൻ്റെ എളാമയുടെ മകനാണ് അസ്അദ് ഇബ്നു സുറാറ. അപ്പോൾ ബന്ധവും കൂടിയുണ്ട്. അപ്പോൾ വന്ദിർ അശീറതക്കൽ അഖ്റബീൻ, അത് വിറ്റാക്കാണ്. കുടുംബക്കാരെയാണ് ആദ്യം നന്നാക്കേണ്ടത്, നാട്ടുകാരെ നന്നാക്കുന്നതിനേക്കാൾ സ്വന്തം കുടുംബ മെമ്പർ കൂടിയാണ് എന്നതുകൊണ്ട് അസ്അദ് മഹാനായ മുസ്അബിനെയും കൊണ്ടുപോകുന്നു. അങ്ങനെ അവരുടെ തോട്ടത്തിൽ കടക്കുന്നു. അനുവാദം വാങ്ങി കടക്കുകയായിരിക്കും. പണ്ടുള്ള തോട്ടത്തിൽ നമ്മൾക്ക് പറയാൻ പറ്റൂല. ഹായത്ത്, തോട്ടത്തിൻ്റെ അകത്ത് പ്രവേശിച്ച് കടന്ന ശേഷം 2 പേർക്കും വിവരം കിട്ടുന്നു. അവരവിടെ നാദിയിലിരിക്കുകയാണ്. ക്ലബിൽ നേതൃത്വം ഇരിക്കുന്ന ഇരുത്തത്തിൽ കൂടെ അവരുടെ കൂടെ ഉള്ളവരിക്കുമെന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല. അന്നത്തെ കാലഘട്ടത്തിൽ കള്ളും കൂടെ ഉണ്ടാവാം, എല്ലാം ഉണ്ടാവാം, പറഞ്ഞറിയിക്കേണ്ടതില്ല. ജാഹിലിയ്യത്തല്ലേ. ആ രംഗത്തിലാണ് 2 ആള് വന്നവിടെ ഇരിക്കുന്നത്. ഒന്ന് വിദേശിയാണ്. കോപത്തിൽ ചാടുന്നു 2 പേർ. നേതൃത്വങ്ങൾ പറയുന്നു ഒരാൾ മറ്റാളോട്, പുതിയ മതവുമായിട്ട് വന്ന വാർത്ത കേട്ടല്ലോ, എന്താ അദ്ദേഹത്തിന് കഥ കഴിക്കാൻ നിനക്ക് സാധിക്കൂല എന്നൊരാൾ മറ്റാളോട്. ഇത് കേട്ട വേളയിൽ ഹറബത്തുമായിട്ട് പുറപ്പെടുന്നു ഉസൈദ്. അങ്ങനെയാണോ എന്ന് പറഞ്ഞുകൊണ്ട് സഅദ് പുറപ്പെടാത്ത എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ എളാമയുടെ മകനാണ് അവിടെ കൂടെ ഉള്ളതും ആ മകന്റെ വീട്ടിലാണ് അതിഥിയായിട്ട് ഇദ്ദേഹം വന്നിട്ടുള്ളതും എന്നതുകൊണ്ട് സഅദ് ആദ്യം പുറപ്പെട്ടില്ല. സഅദ് ഇബ്നു മുആദ് പുറപ്പെട്ടില്ല. പുറപ്പെടുന്നത് അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഉസൈദ് ഇബ്നു ഹുദൈറാണ്. ഉസൈദ് ഇബ്നു ഹുദൈർ അങ്ങോട്ട് ചെന്നു. കോപ്പത്തോടു കൂടി ഹർബത്തുമായി ചെന്നതാണ്. ചെന്ന് കണ്ട ഉടനെ തന്നെ എന്താ തോന്നിയാസായിട്ട് വന്നതെന്ന് പറഞ്ഞുകൊണ്ട്, ലൈസൻസ് ഇല്ലാത്ത നാവുകളാകുമല്ലോ ഷിർക്കിന്റെ നാവ്. ഷിർക്കിന്റെ നാവിലൂടെ ഷിർക്കിന്റെ ശൈലിയിൽ സംസാരിച്ചു. ആ സംസാരമൊക്കെ മഹാനായ മുസ്അബും കേട്ടു. മുസ്അബിനോട് അസ്അദ് പറഞ്ഞിരുന്നു, ആ വരുന്നത് നേതൃത്വമാണ്, അദ്ദേഹത്തിന്റെ പിന്നിൽ ഒരു ഖൗമുണ്ട്, ഇദ്ദേഹം സിഗ്നൽ നൽകിയാൽ മതി, ആ ഖൗമ് അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കാൻ തയ്യാറുള്ളവരാണ് എന്ന് മുമ്പ് തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു കൊടുത്തതുകൊണ്ട് മുസ്അബ് ആ രൂപത്തിലാ വീക്ഷിക്കുന്നത്. ആദരണീയതോടു കൂടി തന്നെ, ബഹുമാനത്തോടു കൂടി തന്നെ, ഹിക്മത്തോടു കൂടി തന്നെ പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങളിപ്പോൾ കുറേ എന്നെ ചീത്ത പറഞ്ഞല്ലോ, അതൊന്നും എനിക്ക് പ്രയാസമുള്ള കാര്യമല്ല. ഞാൻ എന്താ പറയുന്നത് എന്നത് ഒന്ന് ഇരുന്ന് കേൾക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളാം. അപ്പോൾ ഞാൻ നിർബന്ധിപ്പിക്കുന്നില്ല, നിങ്ങൾ ഇനിയും നിർബന്ധിപ്പിക്കുന്നില്ല, ഞാൻ നിങ്ങളെ നിർബന്ധിപ്പിക്കുന്നില്ല. നിങ്ങൾ നേതൃത്വമല്ലേ, ബുദ്ധിജീവിയല്ലേ എന്നൊക്കെ പറയും പോലെ. അപ്പോൾ അൻസഫ്ത, നീ മുൻസിഫാണ് എന്ന് പറഞ്ഞാൽ നീ പറഞ്ഞത് ശരിയാണ്, നീ നീതിയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നപ്പോൾ മഹാനായ മുസ്അബ്, അറബികളെ പെട്ടെന്ന് ചേഞ്ചാക്കാൻ പറ്റുന്നത് എന്താണ്? ലോകാത്ഭുത ഗ്രന്ഥം, അതിനപ്പുറം വേറൊന്നുമില്ല. ലോകാത്ഭുത ഗ്രന്ഥം. മക്ക കാഫിരീങ്ങൾ, കൊടിയ മുശ്രിക്കുകൾ, ആ എന്ത് കണ്ടതും കേട്ടതും പൂജിക്കുന്ന വിഭാഗം, റസൂലിൽ നിന്നിട്ട് ഖുർആൻ നേരിട്ട് റസൂല് ഓതുന്ന വേളയിൽ മസ്ജിദുൽ ഹറാമിൽ എന്ന സൂറത്ത് കേട്ടപ്പോൾ കൂട്ടമായിട്ട് സുജൂദ് ചെയ്യേണ്ട രംഗം വന്നപ്പോൾ അറിയാതെ സുജൂദ് ചെയ്തു പോയ വാർത്ത എവിടെയാണ്? സഹീഹായ ഹദീസിൽ, സഹീഹിൽ. അതെ, അങ്ങനെ അറബികൾക്ക് പ്രത്യേകം സാഹിത്യം കേൾക്കുമ്പോൾ പരിവർത്തനം ഉണ്ടാകും. ഹിദായത്ത് നൽകിയവർ പെട്ടെന്ന് ഇസ്ലാം മതം വിശ്വസിക്കുകയും ചെയ്യും. ഉസൈദ് ഇബ്നു ഹുദൈർ ഇത് കേട്ടപ്പോൾ
നല്ലതാണല്ലോ, ഇത് നല്ല സാധനമാണല്ലോ നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ ഈ കൊണ്ടുവന്ന ഈ പുതിയ മതത്തിൽ ഒരാൾ മെമ്പർഷിപ്പ് നേടണമെങ്കിൽ എന്ത് വേണം? പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറയണം. ശുദ്ധീകരിക്കണം. ശുദ്ധീകരിക്കേണ്ട രൂപം എന്നതാണ്. പിന്നെ നമസ്കരിക്കണം. അതൊക്കെ പറഞ്ഞു കൊടുത്തു. ഈ നിങ്ങൾ കേൾക്കുന്നതായ ഹദീസിൽ, അത് ഹദീസാണ്, ഹദീസ് ഹസൻ്റെ ഗ്രേഡിലേക്ക് എത്തിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ. ഈ ഹദീസിൽ നമസ്കരിക്കാൻ വരെ അതേ ട്രിപ്പിൽ തന്നെ പഠിപ്പിച്ചു കൊടുത്തു എന്നും വുദു പിടിപ്പിക്കാൻ വരെ പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് ഉസൈദ് ഇബ്നു ഹുദൈർ. ഇസ്ലാം കയറുമ്പോൾ, ഈമാൻ കയറുമ്പോൾ മനുഷ്യന് പരിവർത്തനമുണ്ടാകുന്നു, മുഖപ്രസന്നതയുണ്ടാകുന്നു, ആൾ മാറുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ക്ലബിലിരിക്കുന്നതായ സഅദ്, മഹാനായ ഉസൈദ് മടങ്ങി വരുന്ന കണ്ടപ്പോൾ പോയ മുഖമായിട്ടല്ലല്ലോ വരുന്നത് എന്നാ പറഞ്ഞത്. പോയ മുഖവുമായിട്ടല്ലല്ലോ വരുന്നത് എന്ന്. അതേ മുഖത്തിൽ ചേച്ചുണ്ടാകും. പോകുമ്പോൾ കറുത്ത മുഖമാണ്, വരുമ്പോൾ പ്രകാശിക്കുന്ന മുഖമാണ്. ഈമാൻ ജനങ്ങളിൽ പരിവർത്തനമുണ്ടാക്കും. മഹാനായ ഉസൈദ് ആ മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു നിന്നിട്ട് വാക്ക് കേട്ടപ്പോൾ ഹറബത്ത് ഭൂമിയിലേക്ക് നട്ടിയും കൊണ്ട് ഭൂമിയിലേക്ക് തറപ്പിച്ചുകൊണ്ട് സംസാരം കേട്ടു. പിന്നെ ഹറബത്തിനെ എടുത്തിട്ട് കവറിലിട്ടിട്ടാണ് മടങ്ങിപ്പോകുന്നത്. ദേഷ്യമൊക്കെ അടങ്ങി, ഈമാൻ കയറി. മഹാനായ ഉസൈദ് അവിടെ ചെന്നിട്ട് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ സമീപിച്ചപ്പോൾ സഅദ് ദേഷ്യത്തിലും കോപത്തിലുമാണ്. നിന്നെ അയച്ചിട്ട് കാര്യമുണ്ടായി? നിന്നോട് പറഞ്ഞിട്ട് കാര്യമുണ്ടായില്ല. ഞാൻ പറയും പോലെ ഞാൻ എൻ്റെ കുടുംബം ഉള്ളതുകൊണ്ട് പോകാത്തതാണ്. പക്ഷേ എൻ്റെ കുടുംബ മെമ്പറെ വരേക്ക് കൊല്ലാൻ വേണ്ടി ഇവിടെ പ്ലാൻ ഉണ്ട് എന്നുള്ള വാർത്ത കേട്ടിട്ടുണ്ട് എന്നതുകൊണ്ട് അപകട മേഖലയിൽ നിന്നിട്ട് രക്ഷിക്കാൻ വേണ്ടി ഞാൻ പോയാലേ തീരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഉസൈദിനോട് ദേഷ്യപ്പെട്ട് ഹറബത്തുമായിട്ട് സഅദ് ഇബ്നു മുആദ് പുറപ്പെടുന്നു. ഹറബത്തുമായിട്ട് സഅദ് പുറപ്പെടുന്നു. അവരുടെ തോട്ടത്തിലാണ്. വലിയ വിശാലമായ തോട്ടമായിരിക്കാം ഖുബൈൽ അവരുടേത്. തോട്ടത്തിൻ്റെ അകത്താണ് സംഭവം. ഒരു ഭാഗത്ത് ക്ലബും മറ്റൊരു ഭാഗത്ത് തോട്ടത്തിൻ്റെ ഒരു സൈഡിൽ ഇവരിയ്ക്കുന്നുമുണ്ട്. മഹാനായ അസ്അദ് ഇബ്നു സുറാറ പറഞ്ഞു, ഇപ്പോൾ വരുന്നത് മുമ്പ് വന്നതിനേക്കാളും വലിയ നേതൃത്വമാണ്. ഇദ്ദേഹത്തിൻ്റെ പിന്നിൽ മഹാജനക്കൂട്ടമുണ്ട്. ആ ജനക്കൂട്ടം അദ്ദേഹം വല്ലതും പറഞ്ഞാൽ അതിൽ നിന്നിട്ട് 2 പേര് ഖിലാഫ് ഉണ്ടാവില്ല. ലാ യഖ്തലിഫു ഫീഹിം ഇത്നാനി, 2 പേര് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല ഇദ്ദേഹം പറഞ്ഞ വിഷയത്തിന്. ഇദ്ദേഹം വല്ലതും പറയുകയാണെങ്കിൽ ചർച്ചക്കെടുക്കുക തന്നെയില്ല ആ കൽപ്പനക്ക്. അങ്ങനെയുള്ള കഴിവുള്ള വ്യക്തിയാണ് അദ്ദേഹം. അങ്ങനെ മഹാനായ സഅദിൻ്റെ വരവേൽപ്പിനെ, സഅദ് ഇബ്നു മുആദ് എന്ന ആ വ്യക്തിയുടെ വരവേൽപ്പിനെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? മുസ്അബ് മൗനം ദീക്ഷിച്ചുകൊണ്ട് പ്രയാസപ്പെടുത്താതെ. സഅദ് വന്ന ഉടനെ തന്നെ ഉസൈദിനേക്കാളും കൂടുതൽ കോപത്തിൽ ചാടുന്നു. ഉസൈദ് റളിയല്ലാഹു തആല അൻഹുവിനേക്കാളും കൂടുതൽ കോപത്തിൽ ചാടിയും കൊണ്ട് വന്നുകൊണ്ട് സംസാരിച്ചപ്പോൾ അതെല്ലാം പ്രയാസമില്ലാതെ കേട്ട ശേഷം അതേപോലെ അതേ രൂപത്തിൽ സമീപനം. നിങ്ങൾക്ക് ഇരിക്കാമല്ലോ, നിങ്ങൾ നേതൃത്വമല്ലേ, നിങ്ങൾക്ക് കേൾക്കാമല്ലോ, ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാമല്ലോ, അല്ലെങ്കിൽ തള്ളാമല്ലോ, എന്തിനാണ് നിങ്ങൾ പ്രയാസപ്പെടുന്നത്? അതൊക്കെ കേട്ടപ്പോൾ അൻസഫ്ത എന്ന് പറഞ്ഞ് മൂപ്പരും ഇരുന്നു ഹർബത്ത് അവിടെ നാട്ടിക്കൊടുത്തു. കേട്ടു ഖുർആൻ കേട്ടതോടുകൂടി മഹാനായ സഅദിന് പരിവർത്തനമുണ്ടാകുന്നു. ഇസ്ലാം മതം വിശ്വസിക്കുന്നു, നമസ്കരിക്കാൻ പഠിക്കുന്നു, ഉദു പിടിക്കാൻ പഠിക്കുന്നു. ഉടനെ തന്നെ പോകുന്നു മനി അബ്ദുൽ അഷ്ഹലിന്റെ മുമ്പിൽ, അവരുടെ കുടുംബത്തിന്റെ മുമ്പിൽ പോയി അവരെല്ലാം വിളിച്ചു കൂട്ടുന്നു. 100 കണക്കിൽ മെമ്പർമാരെ വിളിച്ചു കൂട്ടി ചോദിക്കുന്നു, ഞാൻ ആരാണ്? നിങ്ങളിൽ പറയുന്നു നിങ്ങൾ ഞങ്ങളുടെ നേതാവാണ്, എൻ്റെ വാക്ക് നിങ്ങളുടെ അടുക്കലുള്ള വില എന്താണ്? നിങ്ങൾ വല്ലതും പറഞ്ഞാൽ അത് മാത്രമേ ഞങ്ങൾ അംഗീകരിക്കുകയുള്ളൂ, മറ്റൊന്നും അംഗീകരിക്കുകയില്ല. എന്നാൽ ഞാൻ പറയട്ടെ, ഞാൻ പറയുന്ന ഈ വാക്ക് അഥവാ അള്ളാഹു ഏകനാണ്, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥനയുള്ളൂ, ആരാധനയുള്ളൂ, അവനാണ് ഇലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വാക്ക് ഞാനിതാ ഉൾക്കൊണ്ട് സ്വീകരിച്ചിരിക്കുകയാണ്. നിങ്ങളും അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കൽ ഹറാമാണ്, നിങ്ങളോട് ഞാൻ സംസാരിക്കൂല. കൂട്ടത്തോടു കൂടി എല്ലാവരും എന്നാൽ നഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മുസ്അബിന്റെ ദഅവത്തിന്റെ ബർക്കത്ത് കണ്ടില്ലേ കൂട്ടരെ? മദീനയിൽ 2 കബീല മുസ്ലിങ്ങളായി മാറുന്നു. എത്രത്തോളം ഈ മുസ്അബ് മടങ്ങിപ്പോകുമ്പോൾ വെറും കൈകൊണ്ടെണ്ണാൻ മാത്രമുള്ള വ്യക്തിത്വമോ വീടുകളോ അല്ലാതെ എല്ലാ വീടുകളിലേക്കും ഇസ്ലാം എത്തി എന്നതാണ്.
ഉസൈരിം, ചില റിപ്പോർട്ടുകളിൽ കാണുന്നു, അത് സഹിയായിട്ടാണ് ഞാൻ വായിച്ചത് അല്പം മുമ്പ്. ഉസൈരിം അല്ലാത്ത മറ്റുള്ളവരുടെ വീട്ടിലെല്ലാം എത്തി. അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ വരെ പലരും വിശ്വസിച്ചു, അദ്ദേഹം വിശ്വസിച്ചില്ല. അദ്ദേഹം ഉഹദ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ്. അതുവരെ മുസ്ലിം അല്ല ഉസൈരിം. ഉസൈരിം അതുവരെ മുസ്ലിം അല്ല. ഓർമ്മയുണ്ടോ ഉസൈരിമിനെ? ഓർമ്മയുണ്ടോ ഉസൈരിമിനെ? ഉസൈരിമിനെ ഓർമ്മയുള്ളവർക്ക് സമ്മാനമുണ്ട്. പറയുമെന്ന് ഉറപ്പില്ല എനിക്ക്, അതുകൊണ്ടാണ് സമ്മാനമുണ്ടെന്ന് പറയാൻ കാരണം. ഉസൈരിമിനെ ഓർമ്മയില്ലേ? ഹദീസിൽ കാണുന്നു, ഉസൈരിമല്ലാത്ത എല്ലാവരിലേക്കും മുസ്അബിൻ്റെ ആ ദഅവത്ത് എത്തുകയും ചെയ്തു എന്ന്. ബുഖാരിയിൽ അവരുടെ ഫുൾ പേര് പറഞ്ഞിട്ടില്ല, മുസ്ലിമിലും ഫുൾ പേര് പറഞ്ഞിട്ടില്ല. പറയാതെയാണ് സംഭവം ഉദ്ധരിക്കുന്നത്. സംഭവം മുത്തഫഖുൻ അലൈഹിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വരുന്നു, വർഷങ്ങൾ വിട്ടുകിടക്കുന്നു. എന്നിട്ട് ഉഹദ് പോർക്കളത്തിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ ഉസൈരിം ഓടി വരുന്നു, പറയുന്നു, ദൂതരേ, ഞാനിതാ നിങ്ങളെ കൊണ്ട് വിശ്വസിച്ചിരിക്കുകയാണ്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ്. അള്ളാഹുവിന്റെ ദൂതർ അവർക്ക് യുദ്ധം ചെയ്യാനുള്ള അനുവാദം നൽകുന്നു. അങ്ങനെ അദ്ദേഹം യുദ്ധം ചെയ്യുന്നു, അദ്ദേഹം ഷഹീദായി വീഴുന്നു. റസൂൽ പറയുന്നു, റസൂലിനോട് പറയപ്പെട്ടു, ദൂതരെ, നിങ്ങൾ അനുവാദം നൽകിയതായ വ്യക്തി അൻസാരിയാണ്, ഉസൈരിം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഷഹീദായി കിടക്കുകയാണ്. അദ്ദേഹം ഒരു വഖ്ത് വരെ നിസ്കരിച്ചിട്ടില്ല. അമില ഖലീല വഉജ്റ കസീറ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ബുഖാരിയിലും മുസ്ലിമിലുമുള്ള സംഭവമാണ്. അല്പം ചെയ്തു അമൽ, വളരെ പ്രതിഫലം ലഭിച്ച ആളായി മാറി. ഒരൊക്ത് നിസ്കരിക്കാൻ ടൈമുണ്ടായിട്ടില്ല, നിസ്കാരത്തിന് സ്വർഗത്തിലേക്ക് പറന്നു ചെന്നു. ഉസൈരിം റളിയല്ലാഹു തആല അൻഹു, ഓർമ്മയില്ല അല്ലേ? 12 കൊല്ലം ഇസ്ലാമിക് ഹിസ്റ്ററി ക്ലാസ് കേട്ട വേളയിൽ നീട്ടി വലിച്ചിട്ട് 6 മാസത്തിൽ കൂടുതൽ ഞാൻ സംസാരിച്ചു. ഉഹദ് യുദ്ധം 6 മാസത്തിൽ കൂടുതൽ സംസാരിച്ച സബ്ജക്റ്റാണ് ഉഹദ് യുദ്ധം. നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉസൈരിമിനെ. പക്ഷേ അന്നുള്ള മുഖങ്ങൾ നിന്നിട്ട് പലരും ഇന്നില്ല എന്നതും കാലം വിട്ടുകിടക്കുമ്പോൾ മറവി ഉണ്ടാകും, എനക്കും ഉണ്ടാവാറുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ആരെയും ആക്ഷേപിക്കുന്നില്ല. അതെ, മഹാനായ അബു ഉമാമ അസ്അദ് ഇബ്നു സുറാറ റളിയല്ലാഹു തആല അൻഹു ഒരഭിപ്രായത്തിൽ 3 അഖബയിലും പങ്കെടുത്ത ആളാണ്. 2 അഖബയിൽ പങ്കെടുത്തു എന്നതിൽ സംശയമേ ഇല്ല. അഖബ എന്ന് പറഞ്ഞാൽ അറിയല്ലോ, ബൈഅത്തുൽ അഖബ 12ലും 13ലും 11ലും 12ലും എന്നതിൽ അഭിപ്രായം ഉണ്ടാവുകയില്ല. 13ലുണ്ടോ എന്നതിലായിരിക്കും അഭിപ്രായ വ്യത്യാസം. 12ൽ അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നഖീബമാരായിട്ട് 12 പേരെ മദീനയിലേക്ക് സെലക്ട് ചെയ്ത കൂട്ടത്തിൽ ആരുണ്ട്? അസ്അദ് ഇബ്നു സുറാറയുണ്ട്. നുഖബാകളുടെ കൂട്ടത്തിൽ ഇസ്ലാമത പ്രബോധനത്തിന് എവിടെയാണെങ്കിലും തൻലീം വേണമെന്ന് ഇസ്ലാം പഠിപ്പിച്ച ശൈലിയാണ്. നാഥനില്ലാത്ത നായപ്പടകളെപ്പോലെ പ്രവർത്തിച്ച ദീനാവൂല, ദീൻ പ്രചരിപ്പിക്കാൻ സാധിക്കൂല. ഒരു നിയമവ്യവസ്ഥയോടുകൂടിയായിരിക്കണം അമൽ ചെയ്യേണ്ടത്. അതിനേറ്റവും വലിയ തെളിവ് തന്നെ നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ പിന്നിൽ എന്ത് ചെയ്തു? കുറേ ആൾ പ്രവർത്തിച്ചു അല്ലേ? അതുകൊണ്ട് കുറേ ആൾക്കാരെത്തി. ഇഷ്ടമുള്ളവർ പോകട്ടെ, ഇഷ്ടമുള്ളവർ കേൾക്കട്ടെ എന്ന് വെച്ചാലോ അത് വിജയിക്കൂല, നടക്കൂല. അത് റസൂലും കാട്ടിയിരുന്നു, സഹാബാക്കളും കാട്ടിയിരുന്നു, താബിഈകളും കാട്ടിയിരുന്നു. അള്ളാഹിൻ്റെ കൽപ്പനയാണ്, ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖ ത്വാഇഫത്തും മിൻഹും ലിയതഫഖഹു ഫിദ്ദീൻ വലിയുൻദിറു ഖൗമഹും ഇദാ റജഉ ഇലൈഹിം ലഅല്ലഹും യഹ്ദറൂൻ. അല്ലേ? അങ്ങനെ ആയത്ത്. ഒരു വിഭാഗം പ്രത്യേകം, അവരിൽ നിന്നിട്ടുള്ള ഓരോ ഫിർഖയിൽ നിന്നൊരു വിഭാഗം അപ്പം സെലക്ട് ചെയ്യണമെന്നർത്ഥം. എല്ലാവരും പറ്റൂല. യുദ്ധത്തിന് പോകാൻ പറ്റുന്ന യുദ്ധത്തിനെ ആക്കാം. ഇബ്നു അബ്ബാസിനെ പോലെ ഖാലിദിനാവും പറ്റുമോ? ഖാലിദിനെ പോലെ ഇബ്നു അബ്ബാസിനാവും പറ്റുമോ? 2 ആൾക്ക് 2 കഴിവ് അള്ളാഹ് കൊടുത്തത്. ഇബ്നു അബ്ബാസ് ആലിം, പണ്ഡിതൻ, ഖാലിദ് ധീരയോദ്ധാവ്. 2 ആൾക്ക് 2 കഴിവാണ്. അതുകൊണ്ട് എല്ലാവരും യുദ്ധത്തിന് പോകാൻ പറ്റൂല, എല്ലാവരും ക്ലാസ്സിന് ഇരിക്കാനും പറ്റൂല. റസൂലുള്ളാഹിന്റെ പരിസരത്തിൽ വഅദ് കേൾക്കാൻ, അല്ലെങ്കിൽ ദർസ് പഠിക്കാൻ, അല്ലെങ്കിൽ ഖുർആനും സുന്നത്തും പഠിക്കാൻ, എല്ലാറ്റിനും പ്രത്യേക റിജാലുകളുണ്ട്. റസൂലിൻ്റെ തൻലീമിൽ പെട്ടതാണത്, റസൂൽ പഠിപ്പിച്ച ശൈലിയാണത്. അപ്പോൾ ഈ മതം ഖിയാമത്ത് നാൾ വരെ പ്രചരിപ്പിക്കുന്ന വേളയിൽ നാമും കണ്ടെത്തേണ്ടതാണത്.
മനസ്സിലായില്ലേ? അത് എന്നും ഒരു പ്രസിഡന്റും എന്നും ഒരു കമ്മിറ്റി ആയിക്കൊള്ളണമെന്നില്ല. കമ്മിറ്റി പ്രസിഡന്റൊക്കെ ആവശ്യത്തിനനുസരിച്ചിട്ട് മാറാം. ഈ കമ്മിറ്റി ഒരു ആഴ്ചയിലേക്കാണെങ്കിൽ പിന്നെ ഒരാഴ്ചയ്ക്ക് പിന്നെ ഒരു കമ്മിറ്റി വേറെ ഉണ്ടാവാം. വെറും പ്രവർത്തന മസ്ലഹത്താവും ലക്ഷ്യം എന്നല്ലാതെ ജനങ്ങളുടെ വളർച്ചയും ജനങ്ങളുടെ ശമ്പളവും ജനങ്ങളുടെ നേതൃത്വവും ജനങ്ങൾക്ക് പേരെടുക്കലും അതൊന്നുമല്ല ഉദ്ദേശം, ലക്ഷ്യം. ദീനിന്റെ മസ്ലഹത്താണ്, മതത്തിന്റെ മസ്ലഹത്താണ്. മതത്തിന്റെ മസ്ലഹത്തിന് നേരിട്ട് എതിരായി വരികയാണെങ്കിൽ അതൊക്കെ കേസിലാക്കണം. അവിടെ മതത്തിന്റെ മസ്ലഹത്തിന് മുൻഗണന നൽകുകയും വേണം. അപ്പോഴാണ് അള്ളാഹനെ പ്രീതിപ്പെടുത്തൽ വരിക. അതാണ് സഹാബാക്കളും താബിഈങ്ങളും ചെയ്തത്. അതാണ് വേണമെന്ന് നാമും പറയുന്നതും സലഫുസ് സാലിഹീങ്ങളുടെ അതേ മൻഹജ് അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നതും അതാണ്. അല്ലാത്തതാണ് പാടില്ലാത്തത്. അത് നഖീബന്മാരെ റസൂൽ സെലക്ട് ചെയ്തു എന്നതിൽ നിന്നിട്ട് മനസ്സിലാക്കാം. ഇവിടെ നഖീബന്മാരെ സെലക്ട് ചെയ്യണം. ഒന്നാമത് ജനങ്ങളിൽ നിന്നിട്ട് എല്ലാവർക്കും എന്തുണ്ടാകും? എല്ലാവരും ഒരുപോലെയല്ല. മനുഷ്യന്മാർ നിന്നിട്ട് പലരും കഴിവുള്ളവരുണ്ട്, അല്ലേ? കഴിവുള്ളവരെ അഖീലു ദവിൽ ഹൈആതി അഥറാതിഹിം റസൂൽ പറയാണ്. അതിനേക്കാളും ഫിറ്റായ ഹദീസ് വേറെ എന്താണ്? ലിയലിയനി മിൻകും ഉലുൽ അഹ്ലാമി വന്നുഹാ. കേട്ടിട്ടുണ്ട് ഹദീസ്? ലിയലിയനി മിൻകും ഉലുൽ അഹ്ലാമി വന്നുഹാ. എൻ്റെ അടുത്ത് നിൽക്കേണ്ടവർ ബുദ്ധിജീവികൾ നേതൃത്വങ്ങളെന്ന് പറയും പോലെ കൊള്ളുന്നവർ. അതെ, റസൂൽ നിസ്കരിക്കുമ്പോഴും എല്ലാ സമയത്തും. അതുകൊണ്ട് കുട്ടികളൊക്കെ കയറി വന്നാൽ പ്രതിഷേധമാണ് സഹാബാക്കളുടെ ഇടയിൽ. എന്താ കുട്ടി അവിടെ റസൂലിൻ്റെ അടുക്കലിരിക്കാൻ കാരണം? ചർച്ച തന്നെ വന്നു. ബുഖാരിയിലുണ്ട്. ഇബ്നു അബ്ബാസ് റസൂലിൻ്റെ സൈഡിൽ ഇരുന്നത് കാരണത്താൽ ചർച്ച വന്നപ്പോൾ എങ്ങനെ കയറി? എനക്കില്ലേ മകൻ, എനക്കുണ്ടല്ലോ അബ്ദുള്ള എന്ന് ഉമർ. അബ്ദുള്ളക്ക് ഇരുന്നൂടെ? എന്താ ഇബ്നു അബ്ബാസിന്റെ മനതന്നെ ഇരിക്കണമെന്ന്? മനസ്സിലായില്ലേ? അവൾ എല്ലാവർക്കും റസൂലുള്ളാഹിയുടെ ഹദ്റത്തിൽ ഇരിക്കാൻ ചാൻസ് കിട്ടാറില്ല. അതെന്തിനു വേണ്ടിയാണ്? ഓരോ മനുഷ്യനുള്ള കഴിവ് അനുസരിച്ചിട്ട് അവർക്ക് ഗ്രേഡ് കൊടുക്കണമെന്ന് റസൂൽ പഠിപ്പിക്കും പോലെ. മനസ്സിലായില്ലേ? നിസ്കരിക്കുമ്പോഴും അങ്ങനെ തന്നെ. നാടൻ വന്നിട്ട് ഇമാമിന്റെ ബാക്കിൽ നിൽക്കരുത്, നമ്മൾ അവിടെ നിന്ന് മാറ്റി നിർത്തണം. നാടൻ വന്ന് നിന്നാൽ, കാരണം ഇമാമിന്റെ ഒതു പോയാൽ ഈ നാടൻ അവിടെ നിൽക്കാൻ പറ്റുമല്ലോ ഓതാൻ. യാക്കന അബുദ് യാക്കന നസ്തഈൻ ഓതു അദ്ദേഹം. അപ്പൊ പിന്നെ ബാക്കിലുള്ളവരൊക്കെ സംസ്കാരം ബാത്തലാവും ചെയ്യും. ഇയ്യാക്കന അബുദ് ഇയ്യാക്കന നസ്തഈൻ എന്ന് ഓതുന്ന ആളെ നിൽക്കണം. മനസ്സിലാകുന്നുണ്ടല്ലോ പറയുന്നത്? അതാണ് ലിയലിയനി മിൻകും ഉലുൽ അഹ്ലാമി വന്നുഹ. ഇതൊക്കെ സഹീഹ് ഹദീസുകളാണ്. ആദ്യം പറഞ്ഞത് വേറെ അർത്ഥമാണ്, അതും പഠിക്കേണ്ട ഹദീസ് തന്നെയാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? അഖീലു ദവിൽ ഹൈആതി അഥറാതിഹിം. നല്ലവർ, കൊള്ളുന്നവർ, കഴിവുള്ളവർ, കൽപ്പുള്ളവർ, മതത്തിൽ പ്രാധാന്യം നൽകേണ്ടവർ, ഇസ്ലാമിൻ്റെ ചിട്ടാനുസരിച്ചിട്ട് ജീവിക്കുന്നവർ, അങ്ങനെയുള്ളവരിൽ നിന്നിട്ട് വല്ലപ്പോഴും വീഴ്ച വന്നു പോയാൽ അവർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ഒഴിവ് നൽകണം. മനസ്സിലാകുന്നുണ്ടല്ലോ? പെട്ടെന്ന് മനസ്സിലാവാൻ നമ്മുടെ നാടൻ ശൈലിയിൽ നമ്മുടെ കീഴിൽ ഒരു 10-50 പേര് ഉദ്യോഗസ്ഥന്മാർ, ഭൗതിക ഉദാഹരണം. ആ ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടത്തിൽ ഒരു വ്യക്തി എന്നും ക്ലിയറായിട്ട് താമസിക്കാതെ വരും, ജോലി നന്നായിട്ട് ചെയ്യും, വീഴ്ചകളില്ല. പക്ഷെ അദ്ദേഹത്തിൽ നിന്നിട്ട് ഒരു വർഷത്തിലൊരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ വല്ല പിന്തൽ വന്നു പോയാൽ ഈ എന്നും പിന്തിക്കൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിനോട് സംസാരിക്കാൻ പാടില്ല. അതാണ് റസൂൽ പഠിപ്പിക്കുന്നത്. എന്നും പിന്തുന്ന ആളുണ്ടല്ലോ, എന്നും വീഴ്ച വരുത്തുന്ന ആളുണ്ടല്ലോ ഉദ്യോഗത്തിൽ, അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോഴല്ല ഇദ്ദേഹത്തിനോട് സംസാരിക്കൽ. ഇദ്ദേഹത്തിനോട് പ്രയാസമില്ല. നിങ്ങൾ സാധാരണ മനുഷ്യ സഹജമായിട്ട് തെറ്റുകൾ വന്നു പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ സാധാരണ എന്നും കൃത്യമായി വരുന്ന ആളല്ലേ, ഞാൻ നിങ്ങൾക്ക് വിട്ടുവീഴ്ച നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ ആദരിക്കണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അത് എല്ലാ മേഖലകളിലും അങ്ങനെ തന്നെ. അതാണ് റസൂൽ നഖീബുകളെ സെലക്ട് ചെയ്തു, കൊള്ളുന്നവരെ സെലക്ട് ചെയ്തു. മദീനയിൽ ഇസ്ലാം മത പ്രബോധന രംഗത്തിൽ വല്ല പ്രശ്നങ്ങളുണ്ടായാൽ അസ്സാദിനെ പിടിക്കാൻ വേണ്ടി ഒരാൾ വന്നാൽ, മുസ്തഫിനെ പിടികൂടാൻ മറ്റൊരാൾ വന്നാൽ അവിടെ 12 ആൾ മുമ്പിൽ വരും, നേതൃത്വമായിരിക്കും 12 ആൾ. തൊട്ടുപോകരുതെന്ന് പറയും, പിന്നെ അവിടെ രക്ഷ കിട്ടി അവർക്ക്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹിക്മത്ത്. മനസ്സിലായല്ലോ? ഈ 12 പേരെ റസൂൽ മിനയിൽ നിന്നിട്ട് സെലക്ട് ചെയ്തിട്ട് നഖീബമാരായിട്ട് ഇങ്ങോട്ടേക്ക് വിടാൻ കാരണം അത് അടുത്ത ക്ലാസ്സിൽ കേൾക്കാൻ പോകുന്ന ഭാഗങ്ങളാണ്. ഇന്ന് പറയേണ്ട വിഷയമല്ല അത്, ഇൻഷാ അല്ലാഹ്. പക്ഷെ ഇന്ന് പറഞ്ഞത് അസ്അദ് ആ കൂട്ടത്തിലുള്ളത് കൊണ്ട് അസ്അദിന്റെ പ്രത്യേകത പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്.
അസ്അദ് ഇബ്നു സുറാറ. നാലാമത് അദ്ദേഹം ലൈലത്തുൽ അഖബയിൽ ആദ്യം ബൈഅത്ത് ചെയ്ത ആളെന്ന് ഞാൻ പറഞ്ഞു. അഞ്ചാമത് അദ്ദേഹം, അത് സഹിഹ റിപ്പോർട്ട് ചർച്ചകളുണ്ട് എങ്കിലും 1, 2, 3 എന്നീ 3 ബൈഅത്തുകളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് എന്നതും പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹമാണ് ആദ്യമായിട്ട് മദീനയിൽ ജുമാ നമസ്കരിക്കാൻ നേതൃത്വം വഹിച്ച വ്യക്തി എന്നും പറഞ്ഞു. മദീനയിലുള്ള ആദ്യത്തെ ജുമാ. അതുപോലെ തന്നെ അത് കാരണത്താൽ ജുമാ നമസ്കരിക്കാൻ അദ്ദേഹം കാരണക്കാരനായത് കാരണത്താൽ, ജുമാ ആരംഭിച്ചത് അദ്ദേഹത്തിലൂടെയായത് കാരണത്താൽ കഅബ് ഇബ്നു മാലിക്കിന്റെ മകൻ പറയുന്നു, എൻ്റെ വാപ്പ കുരുടനായ എൻ്റെ വാപ്പയെ ഞാൻ നമസ്കരിക്കാൻ വേണ്ടി ജുമാ നമസ്കരിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന വേളയിൽ ജുമാ ദിവസത്തിൽ പള്ളിയിലേക്ക് എത്തുമ്പോൾ അല്ലാഹുമ്മഗ്ഫിർലി അസ്അദ് ഇബ്നു സുറാറക്ക് നീ പുറത്തു കൊടുക്കേണമേ റബ്ബേ എന്ന് കുരുടനായ എൻ്റെ വാപ്പയാകുന്ന കഅബ് ഇബ്നു മാലിക് പ്രാർത്ഥിക്കുന്ന ഞാൻ കേട്ടു എന്ന് അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുറഹ്മാൻ പറയുന്നതായിട്ട് ഹദീസിൽ കണ്ടു. എന്തിനാണ് അസ്അദ് ഇബ്നു സുറാറക്ക് പ്രാർത്ഥിക്കുന്നത്? വെള്ളിയാഴ്ച ജുമാ മൂപ്പരാ തുടങ്ങി വെച്ചത്. ജുമാ മൂപ്പരാണ് തുടങ്ങി വെച്ചത്. അപ്പോൾ ഏത് സൽക്കർമ്മങ്ങൾ ഒരാൾ തുടങ്ങി വെച്ചാൽ അതിൻ്റെ പ്രതിഫലം അതിനുശേഷം ചെയ്യുന്നവർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. നാം കിട്ടുമെന്ന് മാത്രമല്ല, നമുക്ക് പ്രാർത്ഥിക്കാൻ ആ സഹാബി പഠിപ്പിക്കും പോലെ എന്തെങ്കിലും ഒരു ക്ലാസ് തുടങ്ങാൻ കാരണക്കാരൻ, ഒരു നന്മ തുടങ്ങാൻ കാരണക്കാരൻ, ആ കാരണക്കാരനെ നാം എപ്പോഴും ആ നന്മ കാണുമ്പോൾ ഓർക്കണം, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിക്കും പോലെ. അതെ, അതുപോലെ തന്നെ അഖബ ദിവസം കേൾക്കാൻ പോകുന്ന അഖബ ദിവസത്തിൻ്റെ രാത്രിയിൽ മഹാനായ അസ്അദ് ഇബ്നു സുറാറയ്ക്ക് രോഗം പിടിപെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് എന്ത് ചെയ്തു? കയ്യ് നടത്തി. കയ്യ് എന്ന് പറഞ്ഞാൽ എന്താണ്? കരിക്കുക, തീ കൊണ്ട്. അങ്ങനെയുള്ള രോഗമായിരിക്കാം. അതുപോലെ തന്നെ അദ്ദേഹത്തിനെ കുറിച്ച് പറയപ്പെടുന്നു പെട്ടെന്ന് മരിച്ചു എന്നാണ്. ബദറിൽ പങ്കെടുത്തിട്ടില്ല. ബദർ യുദ്ധം വരുന്നതിന് മുമ്പ് അസ്അദ് ഇബ്നു സുറാറ മരണപ്പെട്ടിരുന്നു. മദീനയിലുള്ള ബഖീയിൽ ആദ്യമായി ഖബറടക്കപ്പെടുന്ന ആദ്യത്തെ അൻസാരി സഹാബിയാണ് അസ്അദ് ഇബ്നു സുറാറ. ആരാണ് ആദ്യത്തെ മുഹാജിർ സഹാബി? മറവിൻ്റെ അപ്പുറത്തുനിന്നാണ് മറുപടി കിട്ടുന്നത്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ. ഉസ്മാൻ ഇബ്നു മദ്ഊൻ ആദ്യത്തെ മുഹാജിർ. നിങ്ങളൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞില്ല എന്നല്ല, രസം പറയാണ്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ ആദ്യത്തെ മുഹാജിർ, അസ്അദ് ഇബ്നു സുറാറ ആദ്യത്തെ അൻസാരി, മദീനയിൽ ഖബറടക്കപ്പെട്ട. ആദ്യമായി റസൂൽ നമസ്കരിച്ച മയ്യത്ത് നമസ്കാരം അൻസാറുകളിൽ അത് അസ്അദ് ഇബ്നു സുറാറയ്ക്കായിരുന്നു മദീനയിൽ എന്നാണ് ചരിത്രഗ്രന്ഥങ്ങൾ സ്ഥിരീകരിച്ചു പോയിട്ടുള്ളത്. ഇതാണ് ആദ്യത്തെ അൻസാരി. നാം അൻസാരികൾ എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം. അപ്പോൾ ആദ്യത്തെ അൻസാരിയെ നാം പരിചയപ്പെടണമല്ലോ, മറക്കരുത് അസ്അദ് ഇബ്നു സുറാറയെ. ഇനിയും ധാരാളം കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാനുണ്ട്. പക്ഷേ നമ്മുടെ ടൈം അതിന് സഹായിക്കുകയില്ല. ചിലപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റും ആവേശവും കാരണത്താൽ ആജിമാരിയുമായി വരുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. ആക്ഷേപിക്കലേട്ടാ. പക്ഷേ ആജിമാരെ കാണാത്തത് കൊണ്ട് ഞാൻ അല്പം വിശദീകരിച്ചു. ഇനിമേലിൽ ക്ലാസ്സുകൾ ഇവിടെ നടക്കുന്നത് പള്ളിയിൽ പ്രത്യേകിച്ച് ഹാജിമാരെയുമായിട്ട് നിങ്ങൾ വരണം. നിങ്ങളുടെ ലക്ഷ്യം തന്നെ ഹാജിമാരെ കേൾപ്പിക്കലായിരിക്കണം. നിങ്ങൾ കേൾക്കാൻ വരലല്ല, നിങ്ങൾ കേട്ടതായിരിക്കും അവിടെ ചിലപ്പോൾ പറയുന്നത്. നിങ്ങളെ കൂട്ടാക്കരുത്, നിങ്ങളത് അത് ശ്രദ്ധിക്കരുത്. മൗലവി പറഞ്ഞ തന്നെ പറയല്ലേ, അതല്ല നിങ്ങളുടെ ശ്രദ്ധ വേണ്ടത്. ഈ ഹാജിക്ക് ആദ്യം കേൾക്കാണ്. നിങ്ങൾ ഇന്നലെ രാത്രി നിങ്ങൾ കേട്ടില്ലേ ക്ലാസ്സിൽ വന്നവർ? എന്താണ് ഹാജിമാർ? അവർ ഇതുവരെ അങ്ങനെയുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിട്ടില്ല അവരെ സംബന്ധിച്ചിടത്തോളം. കാത് മുളച്ച ശേഷം അവർ കേൾക്കാത്ത സംഗതിയാണ് കൂട്ടരെ ഹാജിമാർ ഇന്നലെ രാത്രി കേട്ടപ്പോൾ അവർ സമ്മതിച്ചത്. ഞാൻ എന്നെ പൊക്കി പറയല്ല, നിങ്ങളും അറിയുന്ന കാര്യമാണ്. കേരളത്തിൽ നിന്നും ഇവിടുന്ന് കേൾക്കുന്ന കാര്യങ്ങൾ എന്നിട്ട് പലതും കേൾക്കാൻ ചാൻസ് ഇല്ല, സൗകര്യമില്ല. അതൊന്നും നിങ്ങളൊക്കെ എന്നും ക്ലാസ് കേട്ട് പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഈ എന്ന് കവി പറഞ്ഞതുപോലെ താമരമൊട്ടിൻ്റെ പ്രത്യേകത തവളക്ക് അറിയില്ല എന്നാണ്. കാരണം തവള എന്നും താമരമൊട്ടിൻ്റെ താഴെ തന്നെയാണ് കിടക്കുന്നത്, കീങ് കീങ് കീന്ന് പറഞ്ഞുകൊണ്ട്. അതിൻ്റെ പ്രത്യേകത ആയിരിക്കും അറിയാം? തേനുമായി അന്വേഷിച്ച് വരുന്ന വണ്ടിനാണ്, അല്ലെങ്കിൽ തേനീച്ചക്കാണ്. അത് കാട്ടിൽ നിന്ന് ഓടി വരും അതിൽ നിന്നിട്ട് ഊറ്റിയെടുക്കാൻ വേണ്ടി.
എന്നതുപോലെ നാം ഇങ്ങനത്തെ ഇവിടെ തന്നെ താമസിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടും നിങ്ങൾ പലരും പറയുന്നത് കേട്ടിട്ടും എന്ത് പറഞ്ഞാലും നമുക്ക് അങ്ങോട്ട് കയറാറില്ല. ഈ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ പറ്റാറില്ല. അത് കേൾക്കാത്തവർ പ്രധാനമായി ആദ്യമായി കേൾക്കുന്ന വേളയിൽ അവർക്കാണ് പരിവർത്തനം ഉണ്ടാവാറുള്ളത്, അവർക്കാണ് അതിൻ്റെ വില അറിയാറുള്ളത് എന്നതുകൂടി നാം മനസ്സിലാക്കണം. എത്ര ആകാംക്ഷയോട് കൂടിയാണ് ഹാജിമാർ ഇന്നലെ രാത്രി ക്ലാസ് കഴിഞ്ഞപ്പോൾ ചോദിച്ചത് റസൂലുള്ളാഹിന്റെ ഖബറിൻ്റെ പരിസരത്തെക്കുറിച്ചും മദീനയെക്കുറിച്ചും ഹജ്ജിനെക്കുറിച്ചും. ഇതൊക്കെ നമുക്ക് മനഃപ്പാടമുള്ള കാര്യമാണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം പുത്തനാണ് എന്നത് നാം മനസ്സിലാക്കിയിട്ട് നമ്മുടെ കഴിവിൻ്റെ പരമാവധി അവർക്കത് എത്തിച്ചു കൊടുക്കാൻ പരിശ്രമിച്ചാൽ ഹാജിമാരെ ആദരിക്കുക അള്ളാഹുവിൻ്റെ അതിഥികളെ ആദരിക്കലാണ്. അള്ളാഹുവിൻ്റെ അതിഥികളെ ആദരിക്കുക എന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അള്ളാഹിൻ്റെ അതിഥികളെ വെറുപ്പിച്ചവരെ അഥവാ അവരെ കട്ടവരെ നരകത്തിൽ റസൂലുള്ളാഹിക്ക് അല്ലാഹ് കാണിച്ചു കൊടുത്ത വാർത്ത നിങ്ങൾ പള്ളിയിൽ വെച്ചിട്ട് കേട്ടില്ലേ കൂട്ടരെ? സഹീഹ് ഹദീസിലൂടെ നരകത്തിൽ വെന്തുരുകുന്ന കാഴ്ച. ഹാജിമാരെ വശീകരിച്ചവരെ എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ അതിഥികളെ വശീകരിക്കാനോ? അള്ളാഹ് ആദരിച്ച് കൊണ്ടുവന്നവരെ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലാണ് ഉഫൂദ് എന്ന പദമുള്ളത്. ഉഫൂദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നിവേദക സംഘങ്ങൾ, ഹാജിമാർ. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ എന്ത് വേണം? നിങ്ങൾ മാത്രം വന്നാൽ പോരാ, മറ്റുള്ളവരെ കൊണ്ടുവരണം. സ്ത്രീകളെയും കൊണ്ടുവരാം, പുരുഷന്മാരെയും കൊണ്ടുവരാം. നമ്മുടെ എല്ലാ സദസ്സുകളിലും നിങ്ങൾക്കറിയാവുന്നതുപോലെ അതിൽ നിങ്ങൾ വീഴ്ച വരുത്തരുത്. കഴിവിൻ്റെ പരമാവധി ആ ബാധ്യത നിർവഹിക്കുന്നതിൽ നിങ്ങൾ മുൻപന്തിയിൽ ഉണ്ടാവണമെന്ന് വീണ്ടും വീണ്ടും പറയുന്നു. സമയം അവസാനിച്ചോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 40 ആൾ വേണം ജമാഅക്ക് എന്ന് പറയുന്ന ഹദീസ് ലൈഫാക്കിയിരിക്കുകയാണ് ഇബ്നു കസീറും ഇബ്നു ഹജറും പറഞ്ഞിട്ടുണ്ട് ഇവിടെ, അല്ലേ? അതെ. മഹാനായ മുസ്അബ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു റിപ്പോർട്ടിൽ മദീനയിൽ നിന്നിട്ട് മക്കയിലേക്ക് മടങ്ങിപ്പോയി എന്ന് കാണുന്നു. അത് സ്ഥിരീകരിക്കപ്പെട്ടതായി കണ്ടില്ല. ഏതായാലും അദ്ദേഹത്തിൻ്റെ ആദ്യ വരവ് റസൂലുള്ളാഹിന്റെ അനുവാദത്തോടു കൂടി ഹിജ്റയ്ക്കുള്ള വരവാണെങ്കിൽ പോയി എന്ന് പറയുന്നതിന് പ്രസക്തി ഉണ്ടാവാൻ സാധ്യതയില്ല. ഹിജ്റ വന്നവർ എന്ത് ചെയ്യാറില്ല? മടങ്ങിപ്പോകാറില്ല. എന്തിനു വേണ്ടിയല്ലാതെ? ഉംറക്കോ ഹജ്ജിനോ യുദ്ധത്തിനോ അല്ലെങ്കിൽ ബിസിനസ്സിനോ ഭൗതികമായ വല്ല കാര്യങ്ങളോ താമസിക്കാൻ വേണ്ടി പോക്കില്ല. താമസിക്കാൻ വേണ്ടി ഒരു സഹാബിയെക്കുറിച്ച് അവിടെ പോയി മരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രധാന ചാൻസ് നഷ്ടപ്പെട്ടു പോയല്ലോ അദ്ദേഹത്തിനെന്ന് പറഞ്ഞ് പ്രയാസപ്പെട്ട വാർത്ത ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹിജ്റ വന്ന ആൾ ഇവിടുന്ന് പിന്നെ രണ്ടാമത് മടങ്ങി മക്കയിലേക്ക് പോവുക എന്നുള്ളത് ഹിജ്റ എന്ന മഹാപ്രത്യേകതയ്ക്ക് കോട്ടമാണ് എന്നതിൽ നിന്ന് സൂചനയുണ്ട്. അതെ, ബനു അബ്ദുൽ അഷ്ഹൽ, ബനു ളഫർ എന്നീ കുടുംബമൊക്കെ സഅദ് ഇബ്നു മുആദിലൂടെ സഅദ് ഇബ്നു മുആദ് ഇബ്നു നുഅ്മാൻ എന്നാണ് അവരുടെ മൂന്നാം പേര് നന്നാവുകയും അവരെല്ലാവരും ഇസ്ലാം മതം വിശ്വസിക്കുകയും ചെയ്തതിലൂടെ മദീന ആ സകലം ഇസ്ലാമാകുന്ന വിശുദ്ധ പ്രസ്ഥാനം ചർച്ചാ വിഷയമായി മാറിയത് കാരണത്താൽ തന്നെ പിറ്റേത്തെ വർഷത്തിൽ ഇവിടെ നിന്ന് കൂട്ടത്തോടുകൂടി 70 പേരം പേര് പുറപ്പെട്ടു. അതിൽ നിന്നിട്ട് 2 പേര് സ്ത്രീകളായിരുന്നു. ആ സ്ത്രീകൾ ആരാണ് എന്നതും ആ പോക്കിലൂടെ പഠിക്കേണ്ട പാഠങ്ങളുമാണ് അടുത്ത ക്ലാസ്സിൽ നാം ഇവിടെ കേൾക്കുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്താൽ അതോടൊപ്പം മറ്റു കാര്യങ്ങൾ പഠിക്കാനുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാം. സുഹൃത്തുക്കളുടെ തീരുമാനവും ഒരുക്കങ്ങളൊക്കെ ഈ ഫാമിലി ക്ലാസ് ഹജ്ജിന് വേണ്ടി നിർത്തണ്ട എന്നതാണ്. എത്ര കണ്ടത് ഭാവിയിൽ വിജയിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അത്ര വിജയിപ്പിക്കാം. നിർബന്ധിതാവസ്ഥയിൽ 1-2 ക്ലാസ് വേണ്ടി വരികയാണെങ്കിൽ നിർത്തേണ്ടി വരും, പറയാൻ പറ്റില്ല. കാരണം ഹാജിമാർ കൂട്ടത്തോടുകൂടി മദീനയിലേക്ക് കേരളീയരെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് മെമ്പർമാരെല്ലാം മശൂയിങ്ങൾ